Hi cute little students. So welcome back to Learn with GGP. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതാണ് Locating Places on the Earth, which is chapter 1 of class 6. Okay. So Locating Places on the Earth. ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് my suggestions for you is that നിങ്ങളൊരു പെന്നും അല്ലെങ്കിൽ ഒരു പെൻസിൽ ഓക്കെ ബുക്കിൽ മെയിൻ ലൈൻസ് ഞാൻ നിങ്ങളോട് പറയും അണ്ടർലൈൻ ചെയ്യാൻ. സോ നിങ്ങളത് ചെയ്യണം ബിക്കോസ് ഇൻ എക്സാംസ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ദാറ്റ്സ് വൈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ ലൈൻസും ഞാൻ നിങ്ങളോട് പറയും മാർക്ക് ഹൈലൈറ്റ് ചെയ്ത് വിടാൻ. സോ ഫോർ ദാറ്റ് ടെക്സ്റ്റ് ബുക്കും പെന്നോ ഒരു പെൻസിലോ മാർക്കറോ എന്തെങ്കിലും കയ്യിൽ വെച്ചോണം. ഓക്കെ. സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം നമുക്കൊരു വലിയ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നൈസ് പിക്ചർ. നൗ ദ ബിഗ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ബിഗ് ക്വസ്റ്റ്യൻസ്, വലിയ ക്വസ്റ്റ്യൻ എന്തുവാ ഇന്നത്തെ? വാട്ട് ഈസ് എ മാപ്പ് ആൻഡ് ഹൗ ഡു വി യൂസ് ഇറ്റ്? മാപ്പ് എന്തുവാ ആൻഡ് മാപ്പിനെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? വാട്ട് ആർ ഇറ്റ്സ് മെയിൻ കമ്പോണൻസ്? മാപ്പിൻ്റെ മെയിൻ സംഭവങ്ങൾ എന്തുവാണ്? ഓക്കെ, this is the first question. Second is what are coordinates? Coordinates എന്തുവാണ്? How can latitude and longitude be used to mark any locations on the earth? Coordinate എന്തുവാണ് and latitude longitude എന്തുവാണ് and അത് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് on earth? ഓക്കെ, എർത്തിൽ. How are local time and standard time related to longitude? ലോക്കൽ ടൈമും സ്റ്റാൻഡേർഡ് ടൈമും ലോങ്ങിറ്റ്യൂഡിൻ്റെ മേലിൽ എങ്ങനെയാണ് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത്? ഓക്കെ, സോ ഈ 3 ക്വസ്റ്റ്യൻസിലെ ബിഗ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആൻസറാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കിട്ടാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നൗ ഇൻ ദിസ് പാര നിങ്ങളോട് പറഞ്ഞേക്കുക ദാറ്റ് നിങ്ങൾ ലെറ്റ് സപ്പോസ് നിങ്ങളൊരു പുതിയ സിറ്റിയിൽ പോയി, ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ആ പുതിയ സ്ഥലത്തോട്ട് പോയേക്കുന്നത്. സോ അവിടെ നിങ്ങളെങ്ങനെ അവിടുത്തെ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഹൗ വുഡ് യു ഫൈൻഡ് പ്ലേസസ് യു വോണ്ട് ടു വിസിറ്റ്? നിങ്ങൾക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം, ആ സ്ഥലം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനെന്തെങ്കിലും വഴിയുണ്ടോ? സോ നിങ്ങൾ എന്തുവാ ജനറലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എവിടെയെങ്കിലും പോകാം, നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി അറിയത്തില്ല. സോ നമ്മൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ചോദിക്കും, ബാങ്കിലോട്ട് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ സ്കൂളിലോട്ട് എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ആരുടെയും ഒക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ട്രെൻഡ് ആയിട്ട് എല്ലാവരുടെയും ഫോണിൽ എന്തോ ഗൂഗിൾ മാപ്സ് ഉണ്ട്. സോ എവ്രി വൺ യൂസസ് ഇറ്റ്. ബട്ട് ആ മാപ്പ് എങ്ങനെയാണ് തുടങ്ങിയത്, അത് ആരാ ഇൻവെൻറ്റ് ചെയ്തത്, അതൊക്കെ നമുക്ക് അറിയണം ഈ ചാപ്റ്ററിൽ. ഓക്കെ, സോ നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സസിൽ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചായിരിക്കും, ലൈക്ക് 5th ഗ്രേഡിലോ 4th ഗ്രേഡിലോ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചായിരിക്കും അബൌട്ട് മാപ്സ്. ബട്ട് ഇൻ ദിസ് ചാപ്റ്റർ നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മാപ്സിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, സോ അതിന് വേണ്ടി മാപ്പ് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്. സോ ഈ ഗെയിം നമുക്ക് നോക്കാം എന്തുവാണ്. സോ ഇൻ ദിസ് മാപ്പ് നമുക്ക് നോക്കാം, ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, ദിസ് ഇസ് റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മ്യൂസിയം വരെ വരണം. സോ ഞാൻ എങ്ങനെ എനിക്ക് വരാം? റെയിൽവേ സ്റ്റേഷൻ ഇതൊരു മാപ്പാണ്. സോ എനിക്ക് ഈ മാപ്പ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ സ്കൂളിൻ്റെ വഴിയെ വന്ന് മാർക്കറ്റ് വഴിയെ വന്ന് എന്നിട്ട് നേരെ പോകുമ്പോൾ നമുക്ക് എന്തോ മ്യൂസിയം കിട്ടും. അപ്പോൾ ഞാൻ മാപ്പ് നോക്കി നേരെ എവിടെ മ്യൂസിയത്തിലെത്തും. റൈറ്റ്, ഈവൻ ഇഫ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ദാറ്റ് ഈ സ്കൂളിൻ്റെ വഴിയെ വന്ന് ഇതിലേ വന്ന് എനിക്ക് മ്യൂസിയത്തിൽ കയറാം. സോ മാപ്പ് നമ്മളെ കുറേ വഴിയെ ഹെൽപ്പ് ചെയ്യും. റൈറ്റ്, സോ അതാണ് ഈ ഗെയിമിലുള്ളത്. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് എന്തോ കൊടുത്തേക്കുന്നത് ഒരു നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത് എന്തുവാ? ഐ തിങ്ക് നിങ്ങൾ ഒത്തിരി സ്മാർട്ട് കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ബട്ട് സ്റ്റിൽ ബുക്കിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് വായിച്ചിട്ടേക്കാം അത് അല്ലേ. A map is like a treasure guide. ഒരു മാപ്പ് എന്തുവാ? ഒരു ട്രഷർ ഗൈഡും പോലെ. ഓക്കെ, ട്രഷർ ഗൈഡ് മീൻസ് നിങ്ങൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യം ഒരു ട്രഷർ തപ്പാൻ പോവുക. സോ ആ ആളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും? ഒരു മാപ്പ് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ അവിടെ ഉണ്ടായിരിക്കും ദാറ്റ് ഈ സ്ഥലത്ത് എന്തുവാ ട്രഷർ ഉണ്ട്. സോ ആ മാപ്പ് നോക്കിയായിരിക്കും ആ പുള്ളിക്കാരൻ ഇങ്ങനെ വരുന്നത് ഇവിടം വരെ. സോ അങ്ങനെ തന്നെ മാപ്പ് എന്തോ ഒരു ട്രഷർ ഗൈഡ് പോലാണ്. ഓക്കെ, ഇറ്റ് ഷോസ് യു വേർ തിങ്സ് ആർ ആൻഡ് ഹൗ ടു ഗെറ്റ് ടു ദം. അത് നമ്മളെ കാണിക്കും, മാപ്പ് നമ്മളെ കാണിക്കും ദാറ്റ് എവിടെയാണ് സംഭവങ്ങൾ ലൊക്കേറ്റഡ് ആൻഡ് നമ്മൾ അവിടെ എങ്ങനെ എത്തണം അതും നമ്മളെ അത് കാണിക്കും. ഓക്കെ, നോട്ടീസ് ദ 4 arrows in the top right corner of the map. We will soon see how they point to some specific directions and make maps even more helpful. Okay, so നമ്മളോട് പറഞ്ഞേക്കുക ദാറ്റ് ഈ ടോപ്പ് റൈറ്റ് കോർണറിൽ നമുക്ക് എന്തോ കൊടുത്തേക്കുന്നത് 4 arrows കൊടുത്തിട്ടുണ്ട്, ലൊക്കേറ്റിംഗ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് സൗത്ത്. ഓക്കെ, ആൻഡ് ഇതെന്തുവാ? ഈ സംഭവം മാപ്പിനെ കുറച്ചുകൂടെ മീനിങ് കുറച്ചുകൂടെ ഈസി ആക്കും. ഓക്കെ, നമ്മളെ ഡയറക്ഷൻസ് ഒക്കെ കാണിക്കുമല്ലേ, ദാറ്റ്സ് വൈ. സോ അതിനെയും എങ്ങനെ ഹെൽപ്ഫുൾ എന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചാപ്റ്ററിൽ മനസ്സിലാക്കും. ആൻഡ് നൗ വി ഹാവ് എൻ ആക്ടിവിറ്റി. ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ബട്ട് ദിസ് ആക്ടിവിറ്റി ഇതൊട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിനൊന്നും വരാൻ പോകുന്നില്ല. സോ ഞാനിത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നൗ ദ മെയിൻ തിങ്, എ മാപ്പ് ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ്. ഇതിൽ ചില ഇമ്പോർട്ടൻറ്റ് റൈംസ് ഉണ്ട്, അത് ഞാൻ മാർക്ക് ചെയ്യാം. So what is a map? Map is a representation or a drawing of some area. Okay, so map എന്തുവാ? മാപ്പ് ഒരു റിപ്രസെൻറ്റേഷൻ ഓർ എൽസ് അതൊരു ഡ്രോയിങ് ഒരു ഏരിയൻ്റെ. ഓക്കെ, നമ്മളൊരു ഏരിയ എടുത്തു, ലെറ്റ് സപ്പോസ് അതൊരു വില്ലേജ് ആകാം, ലെറ്റ് സപ്പോസ് നമ്മൾ കോട്ടയം എടുത്തു. അത് ആ ഫുള്ള് ഏരിയ കാണിക്കുന്ന ഒരു റിപ്രസെൻറ്റേഷനാണ്. ദാറ്റ് എവിടെ ഹോസ്പിറ്റൽ, എവിടെ റോഡ്, അതൊക്കെ കാണിക്കുന്ന ഒരു റിപ്രസെൻറ്റേഷനാണ് മാപ്പ് എന്ന് വെച്ചാൽ. ഓക്കെ, അതൊരു ഡ്രോയിങ്ങും ആകാം. ആൾക്കാർ ഇൻ ഓൾഡ് ജനറേഷനിൽ ആൾക്കാർ ഡ്രോ ചെയ്യുമായിരുന്നു മാപ്പൊക്കെ. ഓക്കെ, സോ അങ്ങനെ മാപ്പ് എന്തോ ആകാം. ഈ ക്വസ്റ്റ്യൻ വരാം എക്സാമിൽ. മാപ്പ് ഈസ് എ റിപ്രസെൻറ്റേഷൻ ഓർ എ ഡ്രോയിങ് ഓഫ് സം ഏരിയ. ഏതെങ്കിലും ഒരു ഏരിയൻ്റെ റിപ്രസെൻറ്റേഷനോ ഓർ ഒരു ഡ്രോയിങ്ങോ ആണ് എന്തുവാ മാപ്പ്. ഓക്കെ, ഇറ്റ് മേ ബി എ സ്മോൾ ഏരിയ, എ വില്ലേജ് ഓർ എ ടൗൺ etc. A bigger area, say your district or state, or a very large area like India or even the whole world. മാപ്പ് നമുക്കൊരു സ്മോൾ വില്ലേജോ ടൗണിൻ്റെയും ഉണ്ടാക്കാം,
ഓർ എൽസ് നമുക്ക് മാപ്പ് ഒരു ബിഗർ ഏരിയ ലൈക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെയോ നമ്മുടെ സ്റ്റേറ്റിൻ്റെയോ നമുക്ക് മാപ്പ് ഉണ്ടാക്കാം. ഓർ എൽസ് നമ്മുടെ ഫുൾ കൺട്രിയുടെ മാപ്പ് ഉണ്ടാക്കാം. ഓർ ഈവൻ നമ്മുടെ ഹോൾ വേൾഡിൻ്റെയും മാപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ മാപ്പ് എന്തുവാ സ്മോൾ ഏരിയാസിൻ്റെ ആകാം, ബിഗർ ഏരിയാസിൻ്റെ ആകാം, ഓർ വെരി ലാർജ് ഏരിയാസിൻ്റെയും ആകാം. സോ മാപ്പ് എന്തോ ഒരു റിപ്രസെൻറ്റേഷൻ ഓർ എൽസ് ഒരു ഡ്രോയിങ് ഒരു ഏരിയൻ്റെ. ഓക്കെ, ആ ഏരിയ സ്മോളും ആകാം, ബിഗും ആകാം, വെരി ലാർജ് ഏരിയയും ആകാം. ഓക്കെ, ഇൻ എ മാപ്പ് യു ലുക്ക് അറ്റ് ദി സർഫേസ് ആസ് ഇഫ് യു ആർ വ്യൂയിങ് ഫ്രം ദ ടോപ്പ്. സോ മാപ്പ് നിങ്ങളെ ഇവിടെ കാണിച്ചില്ലേ? സോ ഒരു മാപ്പിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് ഏത് വ്യൂയിനാണ് കാണുന്നത്? ടോപ്പ് വ്യൂയിനാണ് കാണുന്നത്. മീൻസ് നിങ്ങളൊരു എയറോപ്ലെയിനിൽ പോയാൽ, ഫ്ലൈറ്റിൽ പോയാൽ നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും കാണുന്നത്? അങ്ങനെയാണ് മാപ്പിൽ നിന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ. ഓക്കെ, ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുന്ന പോലല്ല മാപ്പിൽ കാണുന്ന വ്യൂ. മാപ്പിൽ കാണുന്ന വ്യൂ നിങ്ങൾ മേലിൽ നിന്ന് നോക്കുന്ന പോലാണ് മാപ്പിൻ്റെ വ്യൂ വരുന്നത്. ഓക്കെ, സോ മാപ്പിൻ്റെ വ്യൂ എങ്ങനെയാണ് വരുന്നത്? ആസ് ഇഫ് യു ആർ വ്യൂയിങ് ഇറ്റ് ഫ്രം ദ ടോപ്പിൽ നിന്ന് നോക്കുന്ന പോലാണ് അതിൻ്റെ വ്യൂ വരുന്നത്. ഓക്കെ, and now an atlas is a book or collection of map. So atlas എന്തുവാന്ന് MCQയിലോ എന്തെങ്കിലുമിലോ നിങ്ങളോട് ചോദിക്കാം. So you have to say that atlas എന്തോ ഒരു collection of maps, കുറേ മാപ്സിൻ്റെ കളക്ഷൻ ആണ് എന്തുവാ atlas. ഓക്കെ, ആൻഡ് ഓൾസോ മാപ്സ് എല്ലാം ഒരേ തരത്തെ മാപ്സ് അല്ല. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഫിസിക്കൽ മാപ്സ്. ഫിസിക്കൽ മാപ്സ് എന്തുവാ വിച്ച് മെയിൻലി ഷോസ് സം നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് എസ് മൗണ്ടൻസ്, ഓഷൻസ് ആൻഡ് റിവേഴ്സ്. ഓക്കെ, സോ ഫിസിക്കൽ മാപ്സ് എന്തുവാ? ഫസ്റ്റ് ടൈപ്പ് ഓഫ് മാപ്പ് ഇസ് ഫിസിക്കൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്ന് വെച്ചാൽ അതിൽ നിങ്ങളെ നാച്ചുറൽ ഫീച്ചേഴ്സ് ആയിരിക്കും, ഈ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏരിയയിലെ നാച്ചുറൽ ഫീച്ചേഴ്സ് ആയിരിക്കും കാണുന്നത്. മീൻസ് അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് ഇല്ലേ, അതായിരിക്കും അതിൽ കാണിച്ചേക്കുന്നത്. ലൈക്ക് ഓഷ്യൻസ് ആകാം, റിവേഴ്സ് ആകാം, മൗണ്ടെയിൻസ് ആകാം. മൗണ്ടെയിൻസ് ഒക്കെ തന്നെ അവിടെ ഉള്ള ഫീച്ചേഴ്സ് ആണ്, ലൈക്ക് റൈറ്റ്, ലോകത്ത് ആരും അത് ഉണ്ടാക്കുന്നതല്ല. സോ അതാണ് ഫിസിക്കൽ മാപ്സ്. ഫിസിക്കലി എന്തൊക്കെയുണ്ട് ആ ഏരിയയിൽ അതൊക്കെയാണ് ഫിസിക്കൽ മാപ്സിൽ നിങ്ങളെ കാണിക്കുന്നത്. നാച്ചുറൽ ഫീച്ചേഴ്സ് ഉള്ളതാണ് ഫിസിക്കൽ മാപ്സിൽ കാണിക്കുന്നത്, ലൈക്ക് മൗണ്ടൻസ്, ഓഷ്യൻസ്, റിവേഴ്സ് എക്സെട്ര. ഓക്കെ, ആൻഡ് ദെൻ കംസ് പൊളിറ്റിക്കൽ മാപ്സ്. പൊളിറ്റിക്കൽ മാപ്സ് എന്ന് വെച്ചാൽ വിച്ച് ഷോസ് ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് ഓർ സ്റ്റേറ്റ് ബൗണ്ടറീസ്, സിറ്റീസ് എക്സെട്ര. സോ പൊളിറ്റിക്കൽ മാപ്പിൽ എന്തുവാ വരുന്നത്? പൊളിറ്റിക്സ് ഈ വേർഡ് ഉണ്ട്, പൊളിറ്റിക്സ് സെയിം വേർഡ്സ്. സോ നമ്മൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏരിയയിൽ ഏത് കൺട്രിയാണ് ഉള്ളത്, ഏത് സ്റ്റേറ്റാണ് ഉള്ളത്, ഏത് ബൗണ്ടറിയാണ് ഉള്ളത്, ഏത് സിറ്റിയാണ് ഉള്ളത്, അതൊക്കെ കാണിക്കുന്നതാണ് പൊളിറ്റിക്കൽ മാപ്പ്. ഓക്കെ, മീൻസ് ആ സ്റ്റേറ്റ്, പിന്നെ ബൗണ്ടറി, അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്, അങ്ങനെ സിറ്റീസ്, അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് പൊളിറ്റിക്കൽ മാപ്സ്. ഓക്കെ, and then comes thematic maps. Thematic maps means with a specific kind of information, which means that നമ്മൾ പറഞ്ഞു that എനിക്ക് ഈ ഒരു ഏരിയയിൽ ഉള്ള ഫുള്ള് റിവേഴ്സിൻ്റെ മാപ്പ് വേണം. സോ ആ മാപ്പിൽ നിങ്ങൾക്ക് റിവേഴ്സ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ആ ഏരിയയിൽ. അങ്ങനെ നിങ്ങൾ പറഞ്ഞു സപ്പോസ് ദാറ്റ് എനിക്ക് ഈ ഏരിയയിലുള്ള എന്താ ജംഗിൾസിൻ്റെ മാപ്പ്, ഫോറസ്റ്റിൻ്റെ മാപ്പ് വേണം. സോ അതിലെന്തുമായിരിക്കും ഓൺലി ഫോറസ്റ്റേ ഉള്ളായിരിക്കും ആ മാപ്പിൽ. സോ അങ്ങനെ തീം അനുസരിച്ച് ഉണ്ടാക്കുന്ന മാപ്സിനെയാണ് നമ്മൾ തീമാറ്റിക് മാപ്സ് എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ മാപ്സ് മീൻസ് ഫിസിക്കൽ, നാച്ചുറലി എന്തൊക്കെ ഉണ്ട് ആ ഏരിയയിൽ അതൊക്കെ കാണിക്കുന്ന മാപ്പിനെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ മാപ്സ് മീൻസ് സ്റ്റേറ്റ്, ബൗണ്ടറീസ്, സിറ്റീസ്, അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന മാപ്പിനെ നമ്മൾ പൊളിറ്റിക്കൽ എന്ന് പറയും. ആൻഡ് ദെൻ തീമാറ്റിക്, നമ്മുടെ ഇഷ്ടമുള്ള കാര്യം അറിയാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന മാപ്പിനെയാണ് നമ്മൾ തീമാറ്റിക് മാപ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പം എന്തൊക്കെ പഠിച്ചു? മാപ്പ് എന്തുവാന്ന് പഠിച്ചു, മാപ്പിൻ്റെ കോമ്പണൻസ് എന്തുവാന്ന് പഠിച്ചു, ആൻഡ് ദെൻ അറ്റ്ലസ് എന്തുവാന്ന് പഠിച്ചു, ആൻഡ് ഓൾസോ നമ്മൾ എത്ര ടൈപ്പിലെ മാപ്സ് ഉണ്ട് അത് പഠിച്ചു, ലൈക്ക് ഫിസിക്കൽ മാപ്സ്, പൊളിറ്റിക്കൽ മാപ്സ്, തീമാറ്റിക് മാപ്സ്, ഇത്രയും മാപ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. നൗ നെക്സ്റ്റ് ഈസ് ഒരു മാപ്പിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കിട്ടും അതിനെക്കുറിച്ചാണ് കൊടുത്തേക്കുന്നത്. ലൈക്ക് മാപ്പിൻ്റെ കോമ്പണൻസ് എന്തുവാ, ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് എന്തുവാന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ഒരു മാപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ് ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് സിമ്പിൾസ്. ഓക്കെ, എന്തുവാ ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് സിമ്പിൾസ് ആണ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് മാപ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോവുക അബൌട്ട് എന്തുവാ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, ബട്ട് സ്റ്റിൽ ഒരു കുറച്ചും കൂടി ഡിസ്ക്രൈബ്ഡ് വേയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഹാവ് യു എവർ വണ്ടേർഡ് ഹൗ എ ഹ്യൂജ് പ്ലേസ് ക്യാൻ ഫിറ്റ് ഇൻ ടു എ സ്മോൾ പീസ് ഓഫ് പേപ്പർ? ഇറ്റ് ഈസ് ഓൾ താങ്ക്സ് ടു ദ മാപ്പ് സ്കെയിൽ. സോ നിങ്ങളൊരു മാപ്പ് നോക്കുകയാണല്ലോ. സോ ആ മാപ്പിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിട്ടുണ്ടോ ദാറ്റ് ഇത്രയും വലിയൊരു സ്റ്റേറ്റ് ലൈക്ക് ഇന്ത്യൻ പൊളിറ്റിക്കൽ മാപ്പാണ് നിങ്ങൾ പിടിച്ചേക്കുന്നതെന്ന് ഓർത്തോ? സോ അതിൽ നിങ്ങൾ നോക്കിയാൽ ഈവൻ കേരള ഒരു മീഡിയം സ്റ്റേറ്റ് ആണ്, ബട്ട് മാപ്പിൽ എന്താ അത് കുഞ്ഞിതാക്കിയാണ് കാണിച്ചേക്കുന്നത്. അത് മാപ്പിൽ ഫിറ്റായി. ഈവൻ മഹാരാഷ്ട്ര പോലത്തെ വലിയ സ്റ്റേറ്റ്സ് എന്തുവാ മാപ്പിൽ ഫിറ്റായി. അതെങ്ങനെയാണ് അങ്ങനെ ഫിറ്റായെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇറ്റ് ഈസ് ബിക്കോസ് മാപ്പ് സ്കെയിൽസ്. അതെന്തുകൊണ്ടാണ് ഫിറ്റായ? ബിക്കോസ് ഓഫ് മാപ്പ് സ്കെയിൽ. മാപ്പ് സ്കെയിലിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് അത് അത്രയും കുഞ്ഞൊരു പേപ്പറിൽ ഫിറ്റായത്. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് മാപ്പ് സ്കെയിൽ. സോ മാപ്പ് സ്കെയിൽ എന്തുവാന്ന് വെച്ചാൽ സപ്പോസ് നിങ്ങളുടെ ഒരു ഏരിയ ഉണ്ട്, നിങ്ങൾക്ക് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊരു ഏരിയ ചൂസ് ചെയ്തു. സോ ആ ഏരിയൻ്റെ ഫുൾ ഡിസ്റ്റൻസ് എന്തുവാ? ഫുൾ ഡിസ്റ്റൻസ് ഇസ് 1 കിലോമീറ്റർ. ഓക്കെ, ആ ഏരിയൻ്റെ ഫുൾ ഡിസ്റ്റൻസ് ഇസ് 1 കിലോമീറ്റർ. സോ ഓക്കെ, 1 കിലോമീറ്റർ ഒത്തിരി കുഞ്ഞിതായി. ഇപ്പം ലെറ്റ്സ് 10 കിലോമീറ്റർ ആണ് ആ മാപ്പിൻ്റെ ഏരിയ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. ലൈക്ക് ആ ഏരിയയിൽ നിങ്ങൾക്ക് മാപ്പ് ഉണ്ടാക്കണം. സോ ഇറ്റ്സ് 10 കിലോമീറ്റർ. സോ 10 കിലോമീറ്റർ നമുക്ക് പേപ്പറിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. സോ നിങ്ങൾ എന്ത് ഡിസൈഡ് ചെയ്തു? 10 കിലോമീറ്റർ നമ്മൾ എത്രയാക്കി കാണിക്കും? 10 സെൻറ്റിമീറ്റർ ആക്കി കാണിക്കും. സോ ഫുൾ ആ ഏരിയ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്നിട്ട് സൈഡിൽ നിങ്ങൾ എന്തുവാ ഒരു സ്കെയിൽ എഴുതും. ഓക്കെ, ആ സ്കെയിൽ എന്തുമായിരിക്കും? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് ആയിരിക്കും നിങ്ങൾ എഴുതിയേക്കുന്നത്. ദാറ്റ് 1
കിലോമീറ്റർ, മാപ്പിൽ എത്രയാ 1 സെൻറ്റിമീറ്റർ ആക്കിയാണ് ഞങ്ങൾ കാണിച്ചേക്കുന്നത്. സോ ഈ ഫുൾ ഏരിയ എത്രയാ 10 കിലോമീറ്ററിൻ്റെ ഏരിയ ആണ്, ബട്ട് മാപ്പിൽ ഞങ്ങൾ 10 സെൻറ്റിമീറ്റർ ആക്കിയാണ് കാണിച്ചേക്കുന്നത്. സോ എല്ലാവർക്കും എന്തോ ആ മാപ്പ് കാണുമ്പോൾ മനസ്സിലാകും ഈ ഫുൾ മാപ്പ് 10 കിലോമീറ്ററിൻ്റെ, ബട്ട് നിങ്ങളത് കുഞ്ഞിതാക്കി പേപ്പറിൽ ഫിറ്റ് ആക്കാൻ 10 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. സോ ആ ഒരു വാല്യൂ ഇല്ലേ, ദാറ്റ് നിങ്ങൾ 1 കിലോമീറ്റർ 10 കിലോമീറ്ററിനെ 10 സെൻറ്റിമീറ്റർ ആക്കിയാണ് എടുത്തേക്കുന്നതെന്ന്, ആ വാല്യൂ ആണ് മാപ്പ് സ്കെയിൽ. ഓക്കെ, ആൻഡ് ആ വാല്യൂ നിങ്ങൾക്ക് എല്ലാ മാപ്പിലും സൈഡിലോ കോർണറിലോ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് മാപ്പ് സ്കെയിൽ ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ മാപ്പ്. സോ അതൊരു ഒത്തിരി ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ് ഒരു മാപ്പിൻ്റെ. ഓക്കെ, സോ the actual distance between 2 points represented on the map depends on the scale that the map is using. So ഒരു പോയിന്റ് ഇതാണ് ഈ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ മാപ്പിൻ്റെ സ്കെയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ മാപ്പ് സ്കെയിലിനെ കുറിച്ച് പഠിക്കാൻ. ഓക്കെ, സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, നിങ്ങളിത് ലേൺ ചെയ്യണം. സോ ദിസ് വാസ് അബൌട്ട് നമ്മുടെ ഇത് എന്താ പറയുന്നത് ഡിസ്റ്റൻസ് ഇതിൽ കഴിഞ്ഞു. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഡയറക്ഷൻ. സോ 3 മെയിൻ കോമ്പണൻസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് സിമ്പിൾ. സോ സെക്കൻഡ് വൺ ഡയറക്ഷനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ എന്ന് വെച്ചാൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഒക്കെ കാണിക്കത്തില്ലേ, അതാണ് നമ്മുടെ മാപ്പിലെ ഡയറക്ഷൻ. ഓക്കെ, സോ ഇതെങ്ങനെയായിരുന്നു ഇൻവെൻറ്റ് ആയതെന്ന് വെച്ചാൽ ഓൾഡ് ജനറേഷൻ എന്ത് പറ്റി, എല്ലാവരും എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ അങ്ങോട്ട് പോവാം, ഞാൻ ഇങ്ങോട്ട് പോവാം, ഞാൻ അവിടോട്ട് പോവാം. സോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. സോ അവരെന്ത് ഡിസൈഡ് ചെയ്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊന്നും പറയാതെ നമ്മൾ എല്ലാത്തിനും എല്ലാ ഡയറക്ഷനും ഒരു പേര് കൊടുക്കും. സോ ദി ഡിസൈഡഡ് ടു നെയിം എവറി ഡയറക്ഷൻ. സോ സണ്ണ് ഉദിക്കുന്ന ഡയറക്ഷനെ അവർ പേര് കൊടുത്തു ഈസ്റ്റ് എന്ന്. ഓക്കെ, ആൻഡ് ദെൻ സണ്ണ് അസ്തമിക്കുന്ന ഡയറക്ഷനെ അവർ വെസ്റ്റ് എന്ന് പേര് കൊടുത്തു. ആൻഡ് ദെൻ ബാക്കി എന്തുവാ, ലെഫ്റ്റും റൈറ്റും. സോ അതിനെ അവർ നോർത്തും നോർത്തും സൗത്തും ആക്കി. ഓക്കെ, സോ ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ ഇങ്ങനെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇങ്ങനെ ഉണ്ടായ ഡയറക്ഷൻസിനെ നമ്മൾ എന്തുവാ പറയുന്നത്, കാർഡിനൽ ഡയറക്ഷൻസ്. ഓക്കെ, സോ they point to 4 directions which are north at the top and moving clockwise east, south and west. These are called cardinal directions, also cardinal points. Okay, so in north, east, west, south ingane ulla 4 cardinal directions aanu namukku ullathu. Okay, so understand and underline these. Idu underline cheyanam, important aanu. ആൻഡ് ഇത് അല്ലാതെ കുറച്ചുകൂടെ ഡിറക്ഷൻസ് ലൈക്ക് നമ്മുടെ നോർത്ത് ഈസ്റ്റ്, ദെൻ സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, ഇങ്ങനെയൊക്കെ. ഇതിൻ്റെ മീനിങ് എന്തുവാന്ന് വെച്ചാൽ നോർത്തും ഈസ്റ്റും അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമില്ലേ, അതിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്നാണ് പറയുന്നത്. സൗത്തും ഈസ്റ്റും ആ സൗത്തും ഈസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള പ്ലേസസിനെ നമ്മൾ സൗത്ത് ഈസ്റ്റ് എന്ന് പറയും. ദെൻ SW മീൻസ് സൗത്തും വെസ്റ്റും ഡയറക്ഷനിലെ ഇടയ്ക്കുള്ള എല്ലാ സ്ഥലങ്ങളെയും നമ്മൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയും. ആൻഡ് ദെൻ നോർത്തും വെസ്റ്റിൻ്റെ ഇടയ്ക്കുള്ളതിനെ നമ്മൾ നോർത്ത് വെസ്റ്റ് എന്ന് പറയും. ഓക്കെ, സോ ഈ മിഡിൽ ഭാഗത്തുള്ള മീൻസ് ടോട്ടലി നോർത്ത് അല്ല, ടോട്ടലി ഈസ്റ്റ് അല്ല ആ സ്ഥലം. സോ നമ്മൾ അത് മിഡില്ല, സോ നമ്മൾ എന്ത് പറയും, ആ സ്ഥലം നോർത്ത് ഈസ്റ്റിലാണ്. ഓക്കെ, അതാണ് ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനാണ് ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ, ഇവിടെ ഒരു പിക്ചറുണ്ട് ഇത് മനസ്സിലാക്കാൻ. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. സോ ഇത് കണ്ടോ, നോർത്തും ഈസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു. ലൈക്ക് വൈസ് ഈസ്റ്റും സൗത്തും ഇതിൻ്റെ രണ്ടിൻ്റെയും സ്പേസിന് ഇടയ്ക്കുള്ള സ്ഥലത്തെ നമ്മൾ സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു. ഗോട്ട് ഇറ്റ്? ലൈക്ക് വൈസ് ഇവിടെ കണ്ടോ, നോർത്തും വെസ്റ്റും ഇതിൻ്റെ ഈ സ്പേസ് ഇടയ്ക്കുള്ള പ്ലേസസിനെ നമ്മൾ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ നിങ്ങളെ ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് എന്ന് പഠിപ്പിച്ചത്. നെക്സ്റ്റ് ഈസ് സിമ്പിൾസ്. ഓക്കെ, സോ 3 മെയിൻ കമ്പോണൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് ഓഫ് മാപ്സ്. ഫോർ നമ്മൾ ഡിസ്റ്റൻസ് പഠിച്ചു, ഡയറക്ഷൻ പഠിച്ചു, ഇനി ലാസ്റ്റ് ഈസ് സിമ്പിൾ. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് സിമ്പിൾസ്. സോ സിമ്പിൾസ് എന്താണെന്ന് വെച്ചാൽ ഐ ടെൽ യു. ഇത് കണ്ടോ, ഈ പിക്ചറിൽ ഹോസ്പിറ്റൽ കാണിക്കാൻ ഈ സിമ്പിൾ യൂസ് ചെയ്തു. ആൻഡ് ദെൻ നഗർ പഞ്ചായത്ത് കാണിക്കാൻ ഈ സിമ്പിൾ യൂസ് ചെയ്തു. അപ്പാർട്ട്മെൻറ്റ്സ് കാണിക്കാൻ ഈ സിമ്പിൾസ് യൂസ് ചെയ്തു. സോ ബിഗ് ബിൽഡിങ്സും അപ്പാർട്ട്മെൻറ്റ്സും അതൊക്കെ കാണിക്കാൻ, മാപ്പിൽ കാണിക്കാൻ നമ്മൾ ചെറിയ ഡ്രോയിങ്സോ സിമ്പിൾസോ യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ മാപ്പിൻ്റെ സിമ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ സിമ്പിൾസ് നമുക്ക് മനസ്സിൽ തോന്നുന്നതായിട്ട് നമുക്ക് വരച്ച് വെക്കാൻ പറ്റത്തില്ല. ഈ സിമ്പിൾസ് ഗവൺമെൻറ്, ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട് ഗവൺമെൻറ്റിൽ, ആ ആൾക്കാരാണ് ഈ സിമ്പിൾസ് ചൂസ് ചെയ്ത് അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ സിമ്പിൾസ് ഫോർ റെയിൽവേ ലൈൻസ്, റിവർ, പോണ്ട്, ഫോറസ്റ്റ്, ഇതിനൊക്കെ വേറെ സിമ്പിൾസ് ആയിട്ട് അവർ മീൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് മാപ്സിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതാണ് എഴുതിയേക്കുന്നത്. That symbol is used to represent these features. Symbols for different kinds of buildings, for instance a railway station, a school, a post office, for roads and railway lines, and for natural elements such as river, pond or a forest. Okay, so ingane river, pond, forest idinokke symbols use ചെയ്തിട്ടുണ്ട് മാപ്പിൽ കാണിക്കാൻ. Okay, and then the Survey of India, a government body, has fixed a set of symbols for maps of India. Okay, so ഇന്ത്യയുടെ ഒരു ഗവൺമെൻറ് ബോഡി ഒരു സെറ്റ് ഓഫ് സിമ്പിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് ഇന്ത്യയുടെ മാപ്സിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
സോ അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്ന ചില സിമ്പിൾസ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ത്രൂ അത് ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് സീ ദാറ്റ് ഓക്കെ റെയിൽവേ ലൈൻ. ഓക്കെ, ഇതെന്തോ ബ്രോഡ്ലി റെയിൽവേ ലൈനിന് നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്യും. ഇച്ചിരൂടെ കുഞ്ഞ് മീറ്റർ ഗോജിൻ്റെ റെയിൽവേ ലൈനിന് ഇത് യൂസ് ചെയ്യും. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് RS എന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെ. സോ RS മീൻസ് റെയിൽവേ സ്റ്റേഷൻ. സോ റെയിൽവേ സ്റ്റേഷൻ ആ മാപ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിമ്പിൾ യൂസ് ചെയ്യണം. ആൻഡ് ദെൻ റോഡ്സിന് മെറ്റൽഡ് റോഡ് ആണെങ്കിൽ ഇങ്ങനെ, അൺമെറ്റൽഡ് ആണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ. ആൻഡ് ഓൾസോ ബൗണ്ടറീസ്, ഇന്റർനാഷണൽ ബൗണ്ടറീസ് മീൻസ് വേറെ കൺട്രിയിലോട്ട് പോകുന്ന ഒരു ബൗണ്ടറി അത് ദെൻ ഇങ്ങനെ കാണിക്കണം. ആൻഡ് സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം. ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ, ഇവിടെ സ്പേസ് കൂടുതലാണ് ആൻഡ് ഇവിടെ സ്പേസ് കുറവേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ദി ഓൺലി ഡിഫറൻസ്. ഓക്കെ, ആൻഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ആണെങ്കിൽ അവിടെ ഡോട്ട് ഇല്ല. അങ്ങനെ ഡിഫറൻസസ്. റിവർ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, വെൽ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, ടാങ്ക് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, കെനൽ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, ബ്രിഡ്ജ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം. സോ അങ്ങനെ വേറെ എന്തുവാ സിമ്പിൾസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. So our new topic is ഇതെന്താ ന്യൂ ടോപ്പിക്, മാപ്പിംഗ് ദി എർത്ത്. ഓക്കെ, സോ മാപ്പിംഗ് എർത്തിനെ ഫുൾ നമ്മളൊരു മാപ്പിൽ കാണിക്കാൻ പോവാം. ഇതുവരെ നമുക്ക് മാപ്പ് ഉണ്ടാക്കാൻ ഇച്ചിരി ഈസി ആയിരുന്നു. ബിക്കോസ് നമ്മൾ മാപ്പിൽ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ആയിരുന്നു കാണിക്കുന്നത്. ബട്ട് ഒരു ഫുൾ വേൾഡ്, നമ്മുടെ ഫുൾ ഗ്ലോബ് ആ മാപ്പിൽ കാണിക്കുക മീൻസ് അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു എല്ലാവർക്കും വേണ്ടി. അതെന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ആർ പ്ലാനറ്റ് ഇസ് നോട്ട് എ ഫ്ലാറ്റ് സർഫേസ്. ബിക്കോസ് നമ്മുടെ പ്ലാനറ്റ് എന്തുവാ സ്ഫിയർ ഷേപ്പല്ലേ നമ്മുടെ പ്ലാനറ്റിന്. സോ അത് ഫ്ലാറ്റ് സർഫേസ് അല്ല, നമ്മുടെ പേപ്പറിൽ വരേണ്ടിയ പോലെ ഫ്ലാറ്റ് സർഫേസ് അല്ല. സോ ദാറ്റ്സ് വൈ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ഓക്കെ, ബിക്കോസ് നമ്മുടെ പ്ലാനറ്റ് എന്തുവാ സ്ഫെറിക്കൽ ഷേപ്പിലായിരുന്നു. അതിനെ ഫുൾ സ്ഫെറിക്കൽ, ഇത് സ്ഫെറിക്കൽ അല്ല, ഇതാണ് സ്ഫെറിക്കൽ. ഓക്കെ, കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും സൈഡിൽ നിന്ന്. അതിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഒരു മീൻസ് ഇങ്ങനത്തെ ഒരു വേൾഡിനെ ഒരു മാപ്പിൽ തന്നെ കാണിക്കാന്ന് വെച്ചാൽ ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. അതിൻ്റെ എല്ലാ സ്റ്റേറ്റ്സും ഒക്കെ കാണിക്കാൻ ഡിഫിക്കൽട്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, ഗ്ലോബ് ഉണ്ടാക്കി. ഗ്ലോബ് ഉണ്ടാക്കി. ഗ്ലോബ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്ലോബ് ഈസ് ലൈക്ക് ഒരു റൗണ്ട്. ഞാൻ അതിൻ്റെ പിക്ചർ പേസ്റ്റ് ചെയ്യാം, കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഗ്ലോബിൽ എന്തുവായി, ദാറ്റ് ഗ്ലോബ് ഒരു എന്തുവാ പറയുന്നത്, ഒരു സ്ഫിയർ ആണ്. അതിൽ നമുക്ക് എന്തിൻ്റെയും മാപ്പ് ഉണ്ടാക്കാം. ലൈക്ക് എർത്തിൻ്റെ മാപ്പ് അതിൽ പേസ്റ്റ് ചെയ്യാം, നമുക്ക് മൂണിൻ്റെ ഉണ്ടാക്കാം, നമുക്ക് മാർസ് അല്ലെങ്കിൽ സ്റ്റാർസ്, കോൺസ്റ്റലേഷൻ എന്ത് വേണം എല്ലാത്തിൻ്റെയും നമുക്കതിൽ മാപ്പ് യൂസ് ചെയ്യാം. ബിക്കോസ് അതെന്തോ സ്ഫെറിക്കൽ ഷേപ്പാണ്. സോ നമുക്ക് എല്ലാ സ്റ്റേറ്റ്സും കൺട്രീസും അതിൻ്റെ പൊസിഷൻസിലായിട്ട് ഇരിക്കും. സോ അതാണ് ഗ്ലോബ് എന്തുവാ, ഗ്ലോബ് ഈസ് എ സ്ഫിയർ ദാറ്റ് ഈസ് ജനറലി മെയ്ഡ് ഓഫ് മെറ്റൽ, പ്ലാസ്റ്റിക് ഓർ കാർഡ്ബോർഡ്. ഓക്കെ, ഗ്ലോബ് ഒരു സ്ഫിയർ ആണ്. അത് നമുക്ക് മെറ്റലും കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ കാർഡ്ബോർഡും കൊണ്ടോ ഉണ്ടാക്കാം. ആൻഡ് അതിൽ നമുക്ക് എന്തുവാ എർത്തിൻ്റെ മാപ്പ് ആണെങ്കിലും അതിലൊട്ടിക്കാം, മൂൺ ആണെങ്കിലും നമുക്കതിൽ കാണാം, മാർസ് ആണെങ്കിലും കാണാം, സ്റ്റാർസ് ആണെങ്കിലും കാണാം, കോൺസ്റ്റലേഷൻസ് ആണെങ്കിലും കാണാം. സോ ദാറ്റ് ഈസ് ഗ്ലോബ്. ഓക്കെ, സോ പേപ്പറിലല്ലാതെ നമുക്ക് ക്ലിയർ ഒരു വ്യൂ കിട്ടാനാണ് നമ്മൾ ഗ്ലോബ് ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഇത് പഠിച്ചു ദാറ്റ് ഒരു മാപ്പ് മീൻസ് എർത്തിൻ്റെ ഫുൾ ഒരു മാപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ബട്ട് എന്തെങ്കിലും ഒരു വഴി കാണുമല്ലോ അതുണ്ടാക്കാം. സോ നമുക്ക് നോക്കാം എന്തുവാ ആ വഴിയെന്ന്. Here we will study the globe representing the Earth's geography. Because the globe and the Earth have the same spherical shape, a globe will better represent the geography of the Earth than a flat map, which means that ഇവിടെ നമ്മൾ പഠിക്കാൻ പോവുക about globe ഇതാണ് ഗ്ലോബ്. സോ ഇവിടെ നമ്മൾ എന്തോ പഠിക്കുന്നത്, ഗ്ലോബ് മീൻസ് എർത്തിൻ്റെ ജോഗ്രാഫിയെ ഗ്ലോബ് റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിക്കോസ് എർത്ത് ഹാവ് ദ സെയിം സ്ഫെറിക്കൽ ഷേപ്പ്, എ ഗ്ലോബ് വിൽ ബെറ്റർ. ഓക്കെ, സോ എർത്തും ഗ്ലോബിനെ എർത്തിൻ്റെ ഷേപ്പിലാണ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഇച്ചിരി ഈസിയാണ്. ലെറ്റ് ഇസ് നൗ എക്സ്പ്ലോർ സം ഓഫ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. സോ ഗ്ലോബ് ഉണ്ടാക്കി. സോ അതിൻ്റെ ചില ഫീച്ചേഴ്സ് നമ്മൾ ഇനിയും പഠിക്കണം. ഓക്കെ, മാപ്പിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, ലൈക്ക് അതിലെ ഡിസ്റ്റൻസ്, ഡയറക്ഷൻ സിമ്പിൾ അതൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഗ്ലോബിൽ എന്തുവാ കോർഡിനേറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങളോട് പറയാം. ബിക്കോസ് ഫുൾ നമുക്ക് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് ഫുള്ള് വായിച്ചു നിങ്ങൾക്ക് ഞാനിത് സ്റ്റോറി പോലെ മനസ്സിലാക്കി തരാം. ഓക്കെ, സോ ലെറ്റ് സപ്പോസ് നിങ്ങളൊരു വലിയ മാർക്കറ്റിൽ പോയി. ഓക്കെ, ബിഗ് മാർക്കറ്റിൽ പോയി നിങ്ങൾ. സോ അവിടെ കുറേ ഷോപ്സ് ഉണ്ട്. ഷോപ്സ് തന്നെ ലൈൻ ആയിട്ടല്ലേ ഷോപ്സ് അറേഞ്ച് ആയിട്ടിരിക്കുന്നത്. സോ ആ മാർക്കറ്റിൽ വലിയ ഷോപ്സ് ഉണ്ട്, ലൈനായിട്ട് ഷോപ്സ് ആണ്. സോ നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു ഞാനും അവിടെ വരിക, ഞാൻ എത്തിക്കഴിയുമ്പോൾ നിന്നെ വിളിക്കാം. ആൻഡ് ദെൻ നിങ്ങളുടെ ഫ്രണ്ട് എത്തി. എന്നിട്ട് ഫ്രണ്ട് എത്തി കഴിഞ്ഞിട്ട് വിളിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചു. സോ നിങ്ങൾ എന്തുവാ പറയുന്നത്, ദാറ്റ് നീ ഒരു കാര്യം ചെയ്യും, മാർക്കറ്റിലോട്ട് കയറുമ്പോൾ അവിടുന്ന് 7ാമത്തെ ഷോപ്പിലോട്ട് വാ, ഞാൻ അവിടെ നിൽപ്പുണ്ട്, അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം, 5th റോയിൽ 7ാമത്തെ ഷോപ്പ്, അങ്ങനെ നിങ്ങൾക്ക് പറയാം. സോ അതെന്താ ഈസിയാണ് കുറച്ചുകൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളെ കാണാൻ. ഓക്കെ, സോ ഇതിനാണ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് കോർഡിനേറ്റ്സ്. ദാറ്റ് ഫസ്റ്റ് റോയിൽ 2nd ഷോപ്പിൽ ഞാൻ നിൽപ്പുണ്ട്, നീങ്ങ് പോരും. സോ അതെന്തുവാ, ഫസ്റ്റ് റോ 2nd ഷോപ്പ്, അതൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. അങ്ങനെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മീറ്റ് മീ അറ്റ് 6 PM, 6 മണിക്ക് നീ 7th ഷോപ്പിൽ വാ, 5th റോയിലെ 7th ഷോപ്പിൽ വാ, ഫ്രം ദി എൻട്രൻസിൽ നിന്ന് 5th റോയിൽ 7th ഷോപ്പിൽ വാ, ഞാൻ അവിടെ നിൽപ്പുണ്ട്. സോ നിങ്ങളിങ്ങനെ പറയുമ്പോൾ അതെന്തുവാ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ തന്നെ നിങ്ങളൊരു ചെസ് ബോർഡിൽ നോക്കിയാൽ, ഇതെന്തുവാ ഒരു ചെസ് ബോർഡല്ലേ. സോ ഇതിൽ നമ്മൾ നോക്കിയാൽ വെയിറ്റ് സെക്കൻഡ്, ഇതിൽ നമ്മൾ നോക്കിയാൽ ലെറ്റ് സപ്പോസ് എനിക്ക് ഇതിൽ എനിക്കിതിൻ്റെ ലൊക്കേഷൻ അറിയണം. ഓക്കെ, സോ ഇതെവിടാണ് എനിക്കിതിൻ്റെ ലൊക്കേഷൻ അറിയണം. സോ നമുക്ക് കാണാം ദാറ്റ് ഇവിടെ എന്തുവാ
വേറെ വേറെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ലൈൻ ഇസ് എ, ദിസ് ലൈൻ ഇസ് ബി, ദിസ് ലൈൻ ഇസ് സി, ദിസ് ഇസ് ഡി, ദിസ് ഇസ് ഇ, ദിസ് ഇസ് എഫ്. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 1 2 3 4 ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്ത് എനിക്ക് ലൊക്കേറ്റ് ചെയ്യണം ദാറ്റ് ഈ ചെസ് ഇത് എവിടെ ആയിരിക്കുന്നതെന്ന്. സോ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യും, ഇത് ഏത് ആൽഫബറ്റിലാണ്, ഡിയിൽ, ആൻഡ് ദെൻ ഇത് ഏത് റോയിലാണ്, 4th റോയിൽ. സോ നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്തുവാ ഇതിരിക്കുന്ന ലൊക്കേഷൻ D4. ഓക്കെ, ഇത് പക്ഷേ മുമ്പ് എവിടെ ആയിരുന്നു, മുമ്പ് ഇതായിരുന്നു ഇവിടെ. ഓക്കെ, ഇവിടെ ആയിരുന്നു ഇത് മുമ്പ്. ഇവിടുന്ന് ഇത് നേരെ ഇവിടെ പോയി. സോ ഇതിൻ്റെ ലൊക്കേഷൻ മുമ്പ് എന്തുവായിരുന്നു, മുമ്പായിരുന്നു D2ൽ. സോ ഇത് D2ൽ നിന്ന് D4 പോയി, കണ്ടോ. സോ ഇതാണ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, സോ ഇതെന്തുവാ, ഇതാണ് കോർഡിനേറ്റ് സിസ്റ്റം. സോ കോർഡിനേറ്റ് സിസ്റ്റമിൽ എന്തുവാ സംഭവിക്കുന്നത്, അതായത് എല്ലാം ഏതെങ്കിലും ഒരു പാർട്ട് ഉണ്ടായിരിക്കും, അതിൽ ഗ്രിഡ് ഉണ്ടാക്കും. ഇങ്ങനെ 1 2 3 4 എന്ന് ലൊക്കേറ്റ് ചെയ്ത് ABCD എന്ന് ലൊക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ഗ്രിഡ്സ് ഉണ്ടാക്കും. എന്നിട്ട് അപ്പോൾ നമുക്ക് എന്താകും, ആ ലൊക്കേഷൻ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ലൊക്കേഷൻ തപ്പാൻ അത് ഈസി ആവും. സോ അതിനാണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് A ലൈനാണ്, ഇത് 8th ലൈനാണ്. സോ ഇങ്ങനെ ലൈൻസ് നമുക്ക് അറിയാമെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ ഇതിൽ തപ്പാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് കോർഡിനേറ്റ് സിസ്റ്റം ഈസ്. Okay, the system used in these two examples may be called a system of coordinates. So ഞാൻ മേലി പറഞ്ഞ പോലെ ഈ രണ്ട് എക്സാമ്പിൾസിൽ നമ്മൾ യൂസ് ചെയ്തില്ല, ഷോപ്പിൻ്റെ എക്സാമ്പിളും യൂസ് ചെയ്തു ആൻഡ് ദെൻ ചെസ് ബോർഡിൻ്റെ എക്സാമ്പിളും യൂസ് ചെയ്തു. സോ ഈ സിസ്റ്റമിനാണ് പറയുന്നത് നമ്മൾ എന്തുവാ, സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് എന്ന്. താങ്ക്സ് ടു ദെയർ ടു കോർഡിനേറ്റ്സ് ദ സ്റ്റേഷനറി ഷോപ്പ് ആസ് വെൽ ആസ് ദ ചെസ് സ്ക്വയർ ഓൺ ദി ചെസ് ബോർഡ് ക്യാൻ ബി പ്രിസൈസ്ലി ഡിറ്റർമീൻഡ്. ഓക്കെ, സോ അതാണ് കൊടുത്തേക്കുന്നത്. യൂസിങ് ഗ്രിഡ്സ് ആൻഡ് കോർഡിനേറ്റ്സ് നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ മനസ്സിലാകും. ഓക്കെ, സോ a similar system of coordinate is used in the world of maps to determine the location of any place on a map. Let us see how the system works. So ഈ എക്സാക്ട് ഇങ്ങനത്തെ തന്നെ ഒരു സിമിലർ സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത് വേൾഡ് മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ എങ്ങനെയാണ് തപ്പുന്നത്, അതിലും നമ്മൾ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ് പോലത്തെ ഒരു സിമിലർ സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ് സി അതിലെന്തുവാ കൊടുത്തേക്കുന്നതെന്ന്. ഓക്കെ, സോ ലാറ്റിറ്റ്യൂഡ്സ്. സോ ലാറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇതൊന്നും വായിക്കേണ്ട, ഞാൻ നിങ്ങളെ ഈ പിക്ചറിൻ്റെ ത്രൂ ലാറ്റിറ്റ്യൂഡ് എന്തുവാന്ന് മനസ്സിലാക്കാം. ഓക്കെ, now this is our whole globe. Okay, so നിങ്ങൾ ഇത് ഫുള്ള് ഒരു ഗ്ലോബ് ആയിട്ട് കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഗ്ലോബ് ആയിട്ട് കാണണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് ലാറ്റിറ്റ്യൂഡ് എന്തുവാണെന്ന് നമുക്കിവിടെ നോക്കണ്ടേ. ഓക്കെ, സോ ഇതൊരു ഇമാജിനറി ബോളാണ് നിങ്ങൾ ഓർത്തോ. ഓക്കെ, നമ്മുടെ വേൾഡ് ഒരു ഇമാജിനറി ബോളാണ് നിങ്ങൾ ഓർത്തോ. ഈ ഇമാജിനറി ബോൾസിൽ നമ്മൾ ഇമാജിനറി ലൈൻസ് വരയ്ക്കത്തില്ല, ഇത് നിങ്ങൾക്ക് കാണാം. ലൈക്ക് ദീസ് സർക്കിൾ, ഈ മിഡിലുള്ള സർക്കിൾ, ആൻഡ് ദെൻ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ കുറേ സർക്കിൾസ് നിങ്ങൾക്ക് കാണാം. ഇതിനാണ്, ഈ ഇമാജിനറി ലൈൻസിനാണ് നമ്മൾ എന്തോ പറയുന്നത്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഈക്വേറ്റർ ഇല്ലേ, ഇതാണ് നമ്മുടെ ലോങ്കസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഈ ലോങ്കസ്റ്റ് ലാറ്റിറ്റ്യൂഡിൻ്റെ പാരലായിട്ട് കുറേ സ്മോൾ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. മീൻസ് കുറേ സ്മോൾ കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. ഇതിനെ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് എന്നാണ് പറയുന്നത്, ഈ സർക്കിൾ ലൈൻസിനെ. സോ ഈ കോൺസെൻട്രിക് സർക്കിൾസ് വിച്ച് റൺ പാരലൽ ടു ദി ഈക്വേറ്ററിൻ്റെ പാരലൽ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഇമാജിനറി കോൺസെൻട്രിക് സർക്കിൾസിനെ നമ്മൾ എന്തുവാ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, സോ നൗ ഈ ഈക്വേറ്ററില്ലേ, ഈ ഈക്വേറ്റർ ആണ് നമ്മുടെ ലോങ്കസ്റ്റ്, മീൻസ് ഈ ഈക്വേറ്റർ ആണ് നമ്മുടെ ലോങ്കസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ ഈ ഈക്വേറ്ററിൻ്റെ ഇങ്ങോട്ട് എന്തുവാ, സൗതേൺ ഹെമിസ്ഫിയർ, ആൻഡ് ദെൻ ഈ ഈക്വേറ്ററിൻ്റെ മേലിലോട്ട് നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ലാറ്റിറ്റ്യൂഡ് നമ്മൾ സോ ലാറ്റിറ്റ്യൂഡിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഗ്രീസിലാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഈക്വേറ്ററിൽ നമ്മുടെ ഡിഗ്രി എന്തുവാ, 0 ഡിഗ്രീസ്. ഓക്കെ, 0 ഡിഗ്രീസ് എന്ന് നിങ്ങൾക്ക് കാണാം. ആൻഡ് ദെൻ 0 മേലോട്ട് പോകുമ്പം 30 ഡിഗ്രി, ദെൻ 60 ഡിഗ്രി, ആൻഡ് ദെൻ ലൈക്ക് വൈസ് 90 ഡിഗ്രി. ഇവിടെ വരെ നമ്മുടെ എത്തി, റൈറ്റ്. സോ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ അത് ഇൻക്രീസ് ആവും, ആൻഡ് ദെൻ താഴോട്ട് പോകുമ്പോൾ അത് ഡിക്രീസ് ആവും. വിച്ച് മീൻസ് താഴോട്ട് പോകുമ്പോൾ -30 ഡിഗ്രീസ്, -60 ഡിഗ്രി, -90 ഡിഗ്രി എന്നാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇതിൻ്റെ പിക്ചർ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം. സോ ഇത് ഓക്കെ, ദിസ് ഇസ് നോട്ട് എ സ്ഫിയർ, എർത്ത് സ്ഫിയർ അല്ല. സോ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ ഇതും കറക്റ്റ് ആയില്ല. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. സോ ഇതെന്തായി, നമ്മുടെ എർത്തായി. ഓക്കെ, സോ ഇത് നമ്മുടെ എർത്തായി. ആൻഡ് ദെൻ ലെറ്റ്സ് സീ നൗ ഇതെന്തായി, നമ്മുടെ ഈക്വേറ്ററായി. ഇത് ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. സോ ദിസ് ഈസ് അവർ ഈക്വേറ്റർ. ഓക്കെ, ഈക്വേറ്ററിൻ്റെ മേലിലോട്ട് പോകത്തില്ലേ നമ്മൾ. സോ മേലിലോട്ട് പോകുമ്പോൾ എങ്ങനെ, ഇത് 0 ഡിഗ്രിയിൽ തുടങ്ങും. ഓക്കെ, ഇത് 0 ഡിഗ്രീസിലാണ് തുടങ്ങുന്നത് ഈക്വേറ്ററിൽ നിന്ന്. സോ ദിസ് ഇസ് 15, ദിസ് ഇസ് 30, ദിസ് ഇസ് നെക്സ്റ്റ് ഇസ് 30 കഴിഞ്ഞ് 45, 60, ദെൻ 75, ആൻഡ് ദെൻ 90. ഇവിടം വരെ എത്തി, റൈറ്റ്. സോ എന്തായി, 15, 30, 45, 60, 75, ആൻഡ് ദെൻ 90 ഡിഗ്രീസ് വരെ എത്തി. ആൻഡ് അങ്ങനെ തന്നെ നമ്മൾ താഴോട്ട് പോകുമ്പം ഇവിടെ 1 2 3 4 5 ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇതെങ്ങനെ ആയിരിക്കും, -15 ഡിഗ്രി, -30 ഡിഗ്രി, -45 ഡിഗ്രീസ് അങ്ങനെ ആയിരിക്കും. ബിക്കോസ് ഇത് താഴോട്ട് പോകല്ലേ, ഡൗൺവേർഡ്സ് പോവുക, ദാറ്റ്സ് വൈ. ഓക്കെ, സോ ഈക്വേറ്ററിൻ്റെ താഴോട്ട് പോകുമ്പോൾ മൈനസിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്, മേലിലോട്ട് പോകുമ്പോൾ ഡിഗ്രീസ് പ്ലസ്സിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ,
സോ ഈ ലാറ്റിറ്റ്യൂഡ്സിന് തന്നെ ഇഫ് യു ലുക്ക് ദെൻ ഈ സർക്കിൾസിൽ ഈ ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ട് പോകുമ്പം ഏരിയ കുറച്ച് സ്മോൾ ആയി ഏറ്റവും മേളിൽ നമ്മൾ എത്തി. സോ ഏറ്റവും മേളിലാണ് നമ്മുടെ നോർത്ത് പോൾ, അത് 90 ഡിഗ്രിയിലാണ്, 90 ഡിഗ്രി നോർത്തിൽ. ആൻഡ് ഏറ്റവും താഴെയാണ് സൗത്ത് പോൾ -90 ഡിഗ്രിയിൽ ആണ്. ഓക്കെ, ഇത്രയായി നമ്മുടെ എന്തുവാ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ ലോങ്കിറ്റ്യൂഡ് പാർട്ട്. ലോങ്കിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് എ സെക്കൻഡ്, ഇതൊന്ന് ഓക്കെ ദിസ് ഇസ് ക്ലിയർ. സോ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ ചില ലൈൻസ് നിങ്ങൾക്ക് കാണാം വിച്ച് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ഈ നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി അത് താഴെ വരെ എത്തുക, സൗത്ത് പോൾ വരെ. യു ക്യാൻ സീ റൈറ്റ്, ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ട് സൗത്ത് പോൾ വരെ, ലൈക്ക് ദേ ആർ സ്റ്റാർട്ടിങ് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവർ സൗത്ത് പോൾ വരെ അത് എത്തുന്നുണ്ട് ഈ ലൈൻസ്. സോ ഈ ലൈൻസിലെ ഈ ഇമാജിനറി ലൈൻസ്, ഇതിനാണ് നമ്മൾ എന്തുവാ ലോങ്കിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ആവും ആൻഡ് ദെൻ ഈക്വേറ്ററിൻ്റെ ഇവിടെ എത്തുമ്പം ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇച്ചിരി അപ്പാർട്ടായിട്ട് കൂടും, ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇച്ചിരി കൂടും ഇങ്ങനെ. ഓക്കെ, ആൻഡ് ദെൻ താഴെ പോയി സൗത്ത് പോളിൽ നിന്ന് ജോയിൻ ആവും. ഓക്കെ, ആൻഡ് ഈ മിഡിലുള്ള ഒരു ഏറ്റവും വലിയ എന്തുവാ ദിസ് ഇസ് നോട്ട് ഏറ്റവും വലിയ ലോങ്കിറ്റ്യൂഡ്, ബട്ട് ഈ മിഡിലെ ഒരു ലൈൻ കണ്ടോ നിങ്ങൾ. സോ ഈ മിഡിലത്തെ ലൈനാണ് എന്തോ ചെയ്യുന്നത്, നമ്മുടെ വെസ്റ്റും ആൻഡ് ഈസ്റ്റ് ഹെമിസ്ഫിയേഴ്സിനെയും ഡിഫറെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ബ്ലൂ ലൈൻസ് കൊണ്ട് വരച്ച് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോൾ വരെ പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ലോങ്കിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ മിഡിൽ കാണുന്ന ഒരു ലൈനില്ലേ, ഇതിനാണ് നമ്മൾ എന്തോ പറയുന്നത്, പ്രൈം മെരീഡിയൻ എന്ന് പറയുന്നത്. സോ ഇതിനെ പ്രൈം മെരീഡിയൻ എന്ന് ഇതുകൊണ്ടാണ് പറയുന്നത്, ബിക്കോസ് ഈ ഒരു ലൈനാണ് നമ്മുടെ വെസ്റ്റ് ഹെമിസ്ഫിയറും ഈസ്റ്റ് ഹെമിസ്ഫിയറിനെയും ഡിഫറെൻറ്റ് ചെയ്യുന്നത്. സോ ഈ ഈക്വേറ്റർ എന്തായിരുന്നു ചെയ്യുന്നത്, നമ്മുടെ നോർത്ത് ഹെമിസ്ഫിയറിനെയും സൗത്ത് ഹെമിസ്ഫിയറിനെയും ഡിഫർ ചെയ്യായിരുന്നു. അങ്ങനെ തന്നെ ഈ പ്രൈം മെരീഡിയൻ എന്താ ചെയ്യുന്നത്, വെസ്റ്റ് ഹെമിസ്ഫിയറിനെയും ഈസ്റ്റ് ഹെമിസ്ഫിയറിനെയും പാർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് നൗ ഈ ലൈൻസും ഈ ലോങ്കിറ്റ്യൂഡ്സിനും എന്താ ഡിഗ്രീസ് ഉണ്ട്. ലൈക്ക് നമ്മൾ ലാറ്റിറ്റ്യൂഡിൽ കണ്ടായിരുന്നു ദാറ്റ് മേലോട്ട് പോകുമ്പം 90 ഡിഗ്രീസ് നോർത്ത് ആകും അത്, ആൻഡ് താഴോട്ട് പോകുമ്പോൾ അത് -90 ഡിഗ്രീസ് ആവും. അങ്ങനെ തന്നെ ഇതിലെന്തുവാ പറ്റുന്നത്, ദാറ്റ് ഈ വെസ്റ്റിലോട്ട് പോകുന്നത്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് വെസ്റ്റ്. ഡബ്ല്യു എഴുതിയെന്ന് വെച്ചാൽ വെസ്റ്റ്, ആൻഡ് ഇവിടെ ഇ എന്ന് വെച്ചാൽ ഈസ്റ്റ്. ഓക്കെ, സോ ഈ വെസ്റ്റിലോട്ട് പോകുന്ന ലോങ്കിറ്റ്യൂഡ്സ് മീൻസ് ഇങ്ങനെ ഈ ലൈൻസിൽ ഇതാണ് ലോങ്കിറ്റ്യൂഡ്. ഓക്കെ, സോ വെസ്റ്റിലോട്ട് ഉള്ള ലോങ്കിറ്റ്യൂഡ്സ് എന്തായിരിക്കും, മൈനസിലായിരിക്കും. ആൻഡ് ഈ -90 ഡിഗ്രി വരെ അല്ല, ഇറ്റ് ഈസ് സ്റ്റിൽ 180 ഡിഗ്രി. ഓക്കെ, -180 ഡിഗ്രി വരെ പോകും ലോങ്കിറ്റ്യൂഡ്സ്. ആൻഡ് ഈസ്റ്റ് സൈഡിലുള്ള ലോങ്കിറ്റ്യൂഡ് +180, പ്ലസ് നമ്മൾ എഴുതാറില്ല, സോ ഇറ്റ്സ് ജസ്റ്റ് 180 ഡിഗ്രി വരെ പോകും. ഓക്കെ, ഇൻ ദി ഈസ്റ്റ് ഇറ്റ് ഇസ് 180 ഡിഗ്രി, ആൻഡ് ഓൾസോ വെസ്റ്റിൽ പോകുമ്പോൾ -180 ഡിഗ്രി വരെ. ഓക്കെ, സോ ഇതെന്താ പ്രൈം മെരീഡിയൻ്റെ ഈ സൈഡിലോട്ട് എന്തുവാ ഈസ്റ്റ്, അങ്ങോട്ട് വെസ്റ്റിലോട്ട് പോകുമ്പോൾ -180 ഡിഗ്രി വരെ ഉണ്ട്. ആൻഡ് ദെൻ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ 180 ഡിഗ്രി മീൻസ് +180 ഡിഗ്രി വരെ ഇത് പോകും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഒരു മേളിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ. നമ്മൾ ഇനിയും ഇതൊരു തിയറിറ്റിക്കൽ ഫോമിൽ റീഡ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് us return to the globe നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ഐഡൻറ്റിഫൈ ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഓൺ ഇറ്റ്. സോ നമുക്ക് ഈസിലി ഗ്ലോബിൽ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ലൊക്കേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ദ ഗ്ലോബ്, ഇനി നമ്മൾ ഗ്ലോബ് ഒന്ന് തിരിച്ചിടണം, റൊട്ടേറ്റ് ചെയ്തിടണം. വൈൽ ഇറ്റ് റൊട്ടേറ്റ്സ് ദ ഫിക്സ് പോയിന്റ്സ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ആർ ദ 2 പോൾസ്. സോ അത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പം 2 ഫിക്സ്ഡ് പോയിന്റ്സ് നിങ്ങൾ കാണും, ഏറ്റവും മേളിലും ഏറ്റവും താഴെയും. സോ അതെന്തോ 2 പോൾസാണ്. ഓക്കെ, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ആണത്. ഓക്കെ, ഹാഫ് വേ ബിറ്റ്വീൻ ദം ഈസ് ദി ഈക്വേറ്റർ, ആൻഡ് ദെൻ മിഡിൽ ഞാൻ പറഞ്ഞ പോലെ മിഡിൽ എന്തായാലും നമ്മുടെ ഈക്വേറ്റർ ആയിരുന്നു. നോട്ട് ദ സർക്കിൾ മാർക്കിംഗ് ഇറ്റ്. ഓക്കെ, അതാണ് കൊടുത്തേക്കുന്നത്. നൗ imagine that you stand on the equator and travel towards one of the poles. Your distance from the equator increases. So നിങ്ങൾ ഈ ഈക്വേറ്ററില്ലേ, നമ്മളിങ്ങനെ ഈക്വേറ്ററിൽ നിൽക്കുകയാണെന്ന് ഓർത്തു നിങ്ങൾ ഇവിടെ. ആൻഡ് ദെൻ ഈക്വേറ്ററിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു പോളിലോട്ട്, നോർത്ത് പോൾ ഓർ സൗത്ത് പോൾ, രണ്ടിലും ഏതെങ്കിലും ഒരു പോളിലോട്ട് ട്രാവൽ ചെയ്യുകയെന്ന് ഓർത്തോ. സോ നിങ്ങൾ ഈക്വേറ്ററിൽ നിന്ന് പയ്യെ ദൂരോട്ട് പോവുക, റൈറ്റ്, ഈക്വേറ്റർ വിട്ട് നിങ്ങൾ ദൂരോട്ട് പോവുക. സോ ലാറ്റിറ്റ്യൂഡ് measures this distance from the equator. സോ നിങ്ങൾ ഈക്വേറ്ററിൽ നിന്ന് മേലോട്ടോ താഴോട്ടോ പോകുമ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്തുവാ ചെയ്യുന്നത്, ലാറ്റിറ്റ്യൂഡ് ഈ ഡിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യും ഫ്രം ദി ഈക്വേറ്റർ. ഓക്കെ, നിങ്ങൾ മേലോട്ടോ ഈക്വേറ്റർ വിട്ട് നിങ്ങൾ നോർത്തിലോ സൗത്ത് പോളിലോട്ടോ പോകുന്ന ആ ഡിസ്റ്റൻസ് ലാറ്റിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, മെഷർ ചെയ്യും. അറ്റ് എനി പോയിന്റ് ഓഫ് ദിസ് ട്രാവൽ യു ക്യാൻ ഡ്രോ ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് റൺസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാരലൽ ടു ദി ഈക്വേറ്റർ. സോ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്കൊരു ഇമാജിനറി ലൈന് ഡ്രോ ചെയ്യാം ദാറ്റ് റൺസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്നത് മീൻസ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ഇമാജിനറി ലൈൻ നിങ്ങൾക്ക് ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വരയ്ക്കാം. ഓക്കെ, സച്ച് എ ലൈൻ ഇസ് കോൾഡ് പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ഡ്രോസ് എ സർക്കിൾ അറൗണ്ട് ദി എർത്ത്. സോ ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇങ്ങനെ സർക്കിൾസ് ഫോം ആവുന്നുണ്ട്, ഈക്വേറ്ററിൽ നിന്ന് സർക്കിൾസ് ഫോം ആവുന്നുണ്ട്. നമ്മൾ അതിനെ എന്തോ പറയുന്നത്, പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് എല്ലാ സർക്കിൾസും ഇങ്ങനെ ഈക്വൽ ലെങ്ത്തിലായിരിക്കും ഇങ്ങനെ സർക്കിളായിട്ട് വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഓർ യു ക്യാൻ കോൾ ഇറ്റ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, again it is easy to note on the globe that the largest circle is the equator. So നമ്മൾ പഠിച്ച പോലെ that അവിടെ ലാർജസ്റ്റ് ലോങ്കിറ്റ്യൂഡ് ഏതായിരിക്കും, ഈക്വേറ്റർ ആയിരിക്കും, while the circle marked by the parallels of the smaller. okay so ലാർജസ്റ്റ് ലോങ്കിറ്റ്യൂഡ് നമ്മുടെ എന്തായിരിക്കും, ഈക്വേറ്റർ ആയിരിക്കും. ഈ ഈക്വേറ്ററിൽ നിന്ന് മേലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്തുവാ കുറഞ്ഞുകൊണ്ടിരിക്കും, ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ സർക്കിൾസും കുഞ്ഞിതായിക്കൊണ്ടിരിക്കും. സോ ഏറ്റവും വലിയ സർക്കിൾ ഏതായിരിക്കും, നമ്മുടെ ഈക്വേറ്റർ ആയിരിക്കും. അതിൻ്റെ മേളിലുള്ള എല്ലാ സർക്കിൾസും കുഞ്ഞിത് ആയിക്കൊണ്ട് ഇരിക്കും. ഓക്കെ,
ലാറ്റിറ്റ്യൂഡ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഗ്രീസ്. ലാറ്റിറ്റ്യൂഡ് നമ്മൾ ഡിഗ്രീസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ച പോലെ 0 ഡിഗ്രി, 30 ഡിഗ്രി, 15 ഡിഗ്രീസ്, 45, ദെൻ 50 ഡിഗ്രീസ്, 60 ഡിഗ്രീസ്, ദെൻ 90 ഡിഗ്രി, അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബൈ കൺവെൻഷൻ. ദ ഈക്വേറ്റർ ഇസ് ലാറ്റിറ്റ്യൂഡ് 0. സോ ഈക്വേറ്റർ ഏറ്റവും മിഡിലുള്ള നമ്മുടെ ഈക്വേറ്ററിൽ എത്ര ഡിഗ്രി ആയിരുന്നു? 0 ഡിഗ്രി ആയിരുന്നു, റൈറ്റ്? വൈൽ ദ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ ടു പോൾസ്, രണ്ട് പോൾസ്, നോർത്ത് പോൾ ഇസ് 90 ഡിഗ്രി, ആൻഡ് ദെൻ സൗത്ത് പോൾ താഴോട്ട് പോകുമ്പോൾ എന്തുവാ, അത് നെഗറ്റീവ് ആവും. സോ സൗത്ത് പോൾ എത്രയായിരുന്നു? -90 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, -90 ഡിഗ്രി ആയിരുന്നു. സോ നമ്മളത് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? 90 ഡിഗ്രി നോർത്ത് ആൻഡ് 90 ഡിഗ്രി സൗത്ത്. ഓക്കെ, അങ്ങനെ. ആൻഡ് ഇത് എഴുതുമ്പം 90 ഡിഗ്രി എന്നും എഴുതാം, 90 ഡിഗ്രി എസും എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. There is a connection between latitude and climate. Means ലാറ്റിറ്റ്യൂഡും ക്ലൈമറ്റും ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, മീൻസ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ആണ് നമ്മുടെ ക്ലൈമറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അറൗണ്ട് ദ ഇക്വേറ്റർ ദ ക്ലൈമറ്റ് ഇസ് ജനറലി ഹോട്ട്. മീൻസ് ഇതെന്തുവായി നമ്മുടെ 1 മിനിറ്റ്. ഓക്കെ, ഇതെന്തുവാ നമ്മുടെ ഗ്ലോബാണ് ഓർത്തോ. ഓക്കെ, ആൻഡ് ഇതെന്തുവാ നമ്മുടെ ഈക്വേറ്ററാണ്. ഈ ഈക്വേറ്ററിൽ എത്ര കൺട്രീസ് ഉണ്ടാവുമോ അതെല്ലാം എന്തുമായിരിക്കും? ഭയങ്കര ഹോട്ട് ക്ലൈമറ്റ് ഉള്ള കൺട്രീസ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യയും എന്തുവാ ആ ഈക്വേറ്ററിൽ തന്നെ വരുന്ന ഒരു കൺട്രിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ദേശത്ത് ഭയങ്കര ചൂടാണ്, റൈറ്റ്? ഭയങ്കര ചൂടാണ് ബിക്കോസ് അത് ഈക്വേറ്ററിൽ തന്നെ വരുന്നൊരു ദേശമാണ്. അങ്ങനെ കുറേ ദേശമുണ്ട്. സോ ഈ ഈക്വേറ്ററിൽ വരുന്ന ദേശങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഹോട്ട് ക്ലൈമറ്റ് ഉള്ള ദേശം. അതെന്താണെന്ന് വെച്ചാൽ ബിക്കോസ് നമ്മുടെ സണ്ണ്, ഓക്കെ, നമ്മുടെ സണ്ണില്ലേ, സണ്ണ് നമ്മുടെ ഇവിടെ ഇങ്ങനെയാണെന്ന് ഓർത്തോ. സോ ഈ സണ്ണിൻ്റെ ഫുൾ ഹീറ്റും സൺലൈറ്റും ഈ ഈക്വേറ്ററിലാണ് ആദ്യം അടിക്കുന്നത്. ദാറ്റ്സ് വൈ എന്തുവാ സംഭവിക്കുന്നത്? ഈ ഈക്വേറ്ററിലുള്ള സകല കൺട്രീസിനും ഭയങ്കര ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഈക്വേറ്ററിന് നമ്മുടെ കയ്യിലൊരു പേരുണ്ട്. ബിക്കോസ് ഈ ഈക്വേറ്ററിൽ ഭയങ്കര ഹോട്ട് ക്ലൈമറ്റാണ്. ദാറ്റ്സ് വൈ ഈ ഈക്വേറ്ററിൻ്റെ പേരെന്തുവാ? ടോറിഡ് റീജിയൻ എന്നും നമ്മളിതിനെ പറയാറുണ്ട്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് ടോറിഡ് റീജിയൻ എന്നും നമ്മളിതിനെ പറയാറുണ്ട്. റിമെമ്പർ ദിസ്, ടോറിഡ്. ഓക്കെ, നൗ as you travel away from the equator towards one of the two poles, in other words, as your latitude increases, the climate becomes more moderate or temperate. Okay, now നമ്മുടെ ഈ ലാറ്റിറ്റ്യൂഡിൽ ഈ ഈക്വേറ്ററിൻ്റെ മേലിലോട്ടോ താഴോട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മീൻസ് ഈ മിഡിൽ ഭാഗത്ത് എത്തത്തില്ലേ നമ്മൾ, അപ്പം നമ്മുടെ ക്ലൈമറ്റ് എന്താവും? ഇച്ചിരി മോഡറേറ്റ് ആവും. ഓക്കെ, ഭയങ്കര തണുപ്പുമില്ല, ഭയങ്കര ചൂടുമില്ല, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് ഈ മിഡിൽ പാർട്ടിൽ കിട്ടുന്നത്. ഓക്കെ, and closer to the north or south pole the climate grows colder or frigid. എന്നിട്ട് നമ്മൾ നോർത്ത് പോളിലോ സൗത്ത് പോളിലോ അടുത്തോട്ട് എത്തത്തില്ലേ, ഈ ഈക്വേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങി മിഡിൽ ഭാഗത്ത് എത്തിയെന്ന് ഓർത്തോ. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് എന്താവും? മോഡറേറ്റ് ആവും. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ നോർത്ത് പോളോ സൗത്ത് പോളിൻ്റെയോ അടുത്തോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലൈമറ്റ് എന്താവും? ഭയങ്കര കോൾഡ് ആവും. ബിക്കോസ് അവിടെ സണ്ണിൻ്റെ ലൈറ്റ് എത്തുന്നതേ ഇല്ല, ആ ചൂട് അവിടെ എത്തുന്നതേ ഇല്ല. ഓക്കെ, ദാറ്റ്സ് വൈ. സോ ഈക്വേറ്ററിൽ ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കും, ഈക്വേറ്ററിൻ്റെ മേലിലോ താഴോട്ടോ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് ആയിരിക്കും. ആൻഡ് ദെൻ നമ്മൾ ഏറ്റവും മേലെ മീൻസ് നോർത്ത് പോൾ ഓർ ഏറ്റവും താഴെ സൗത്ത് പോളിലെത്തിയാൽ ഭയങ്കര കോൾഡ് ആയിരിക്കും ഓർ ഫ്രിഡ്ജഡ് ആയിരിക്കും. ഫ്രിഡ്ജഡ് മീൻസ് ഇങ്ങനെ എന്താ പറയുന്നത്, ഐസ് ആവുന്ന പോലത്തെ തണുപ്പായിരിക്കും. ഓക്കെ, യു വിൽ ലേൺ ഇൻ സയൻസ് വൈ ദിസ് ഇസ് സോ. സോ ഇത് നിങ്ങൾ അതെന്താ അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ എന്താ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ സയൻസിൽ പഠിക്കും. ഓക്കെ, now that was it about latitudes. Now we are coming to longitudes. Okay, imagine now that you travel from north pole to the south pole by the shortest possible line. So നിങ്ങൾ ഓർക്ക് that നിങ്ങൾ നോർത്ത് പോൾ ടു സൗത്ത് പോൾ ട്രാവൽ ചെയ്യുക ബൈ ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ലൈൻ, ഏറ്റവും ചെറിയ ലൈനിൽ കൂടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഒബ്സർവ് ദ ഗ്ലോബ് ഒബ്സർവ് ചെയ്യുക. യു വിൽ സി ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് ത്രൂ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക യു കുഡ് ജസ്റ്റ് ആസ് വെൽ പാസ് ത്രൂ ഏഷ്യ. ദ ഡിസ്റ്റൻസ് വുഡ് ബി ദ സെയിം. സോ യൂറോപ്പും ആഫ്രിക്കയും ഒക്കെ പാസ് ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലതാണ് ദാറ്റ് നിങ്ങൾ ഏഷ്യ പാസ് ചെയ്തങ്ങ് പോകുക. ബിക്കോസ് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ദീസ് ആർ കോൾഡ് മെരീഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. സോ ഇതിനാണ് നമ്മൾ മെരീഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ they are half circles running from one pole to another pole. So they are half circles. Then the half circles are ഒരു പോളിൽ നിന്ന് മറ്റേ പോളിലോട്ട് പോകുന്ന half circles are. So മെരീഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് എന്തുവാണ് നിങ്ങളോട് ചോദിച്ചാൽ ചാൻസസ് ഒത്തിരി കുറവാണ്. ബട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്തുവാ എഴുതേണ്ടത്? ദേ ആർ ഓൾ ഹാഫ് സർക്കിൾസ് റണ്ണിങ് ഫ്രം വൺ പോൾ ടു അനദർ പോൾ. ഒരു പോളിൽ നിന്ന് വേറെ പോളിലോട്ട് പോകുന്ന ഹാഫ് സർക്കിൾസിനെയാണ് നമ്മൾ എന്തുവാ പറയുന്നത്? മെരീഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ, ഹാഫ് സർക്കിൾസ് റണ്ണിങ് ഫ്രം വൺ പോൾ ടു അനദർ പോൾ. മെരീഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് എന്തുവാ? ഹാഫ് സർക്കിൾസ് ആണ്. ഒരു പോളിൽ നിന്ന് വേറെ പോളിലോട്ട് പോകുന്ന ഹാഫ് സർക്കിൾസിനെയാണ് നമ്മൾ മെരീഡിയൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. യു വിൽ ഓൾസോ ലേൺ ഇൻ സയൻസ് ദാറ്റ് ദ എർത്ത് സ്പിൻ ഓൺ ഇറ്റ്സ് ആക്സിസ്. സയൻസിൽ നിങ്ങൾ പഠിക്കും ദാറ്റ് എർത്ത് എന്തുവാ അതിൻ്റെ ഒരു ആക്സിസിലാണ് ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. ഓക്കെ, ടു പുട്ട് ഇറ്റ് സിംപ്ലി ലെറ്റ്സ് പ്ലേസ് എ ഡെസ്ക് ലാമ്പ് a little away from our globe focused on it and imagine that this is the sun illuminating the earth. സോ ഇത് ഞാൻ റീഡ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് സ്മോൾ ആയിട്ട് ഇത് പറഞ്ഞുതരാം ഇതിലെന്തോ എഴുതിയേക്കുന്നതാണ്. സോ ഹിയർ ലെറ്റ്സ് സപ്പോസ് ദാറ്റ് ഇതെന്തുവാ നമ്മുടെ വേൾഡ് ആണ്, ഇത് നമ്മുടെ ഗ്ലോബാണ് മീൻസ് വേൾഡ് ആണെന്ന് ഓർത്തോ. ആൻഡ് ഇതെന്തുവാ, ഒരു മിനിറ്റ്, ഇത് നമ്മുടെ ഈക്വേറ്റർ. വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, ഈക്വേറ്ററിനെ കുറിച്ചല്ല. സോ ഇവിടെ എന്തുവാ നമ്മുടെ ലോങ്ങിറ്റ്യൂഡ്സ് ഇങ്ങനെ ഞാൻ വരച്ചേക്കുവാണ്, ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡ്സ് വരച്ചേക്കുവാണ് ഞാൻ. ആൻഡ് മിഡിലൊരു വലിയ ലോങ്ങിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹാഫ് പാർട്ട്. ആൻഡ് ദെൻ ഇവിടെ എന്തുവാ നമ്മുടെ സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക.
വെയിറ്റ് എ സെക്കൻഡ്. സോ ഇതെന്തുവാ, ഇത് നമ്മുടെ എർത്താണ് ആൻഡ് ദിസ് ഇസ് സൺ. സോ വി നോ ദാറ്റ് ഈ എർത്ത് ഒരു ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക ഈ ആക്സിസിൽ. ഓക്കെ, സോ ഇതിങ്ങനെ ചുറ്റി എപ്പോഴും ഈ സണ്ണില്ലേ, ഈ സണ്ണ് എപ്പോഴും ഇങ്ങനെയാണല്ലോ. സോ സണ്ണ് എപ്പോഴും ഈ എർത്തിൻ്റെ ഹാഫ് പാർട്ടിനെ എപ്പോഴും ഈ സൺലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും, ഹാഫ് പാർട്ട്. ഓക്കെ, സോ ഇത് ചുറ്റി ഇന്ത്യ വരുമ്പം ഇന്ത്യയിൽ മോർണിംഗ് ആകും. അത് കഴിഞ്ഞ് ഇന്ത്യ ചുറ്റി പുറകോട്ട് പോകും. സോ ഇന്ത്യയിൽ രാത്രിയാകും. സോ അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, ദാറ്റ് നമ്മുടെ ഇവിടെ മോർണിംഗ് ആകുമ്പം യു എസിൽ രാത്രിയായിരിക്കും, ആൻഡ് ദെൻ യു എസിൽ മോർണിംഗ് ആകുമ്പം ഇവിടെ രാത്രിയായിരിക്കും. ബിക്കോസ് ഈ എർത്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ആൻഡ് ദെൻ ചുറ്റിക്കൊണ്ടിരിക്കുമ്പം ഏത് പാർട്ടിന് സൺലൈറ്റ് അടിക്കും ആ സ്ഥലത്ത് എന്തായിരിക്കും, മോർണിംഗ് ആയിരിക്കും. ആൻഡ് ഏത് പാർട്ടിൽ അടിക്കത്തില്ല സൺലൈറ്റ്, അവിടെ എന്തായിരിക്കും, നൈറ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് വൈ. അതാണ് ഇങ്ങനെ മോർണിംഗും നൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കൺട്രീസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ സണ്ണിൻ്റെ ലൈറ്റ് അടിക്കുന്ന സൈഡിൽ ഏതൊക്കെ കൺട്രീസ് ഉണ്ട് അവിടെയൊക്കെ ഡേ ടൈം ആയിരിക്കും. ആൻഡ് ദെൻ സണ്ണിൻ്റെ ലൈറ്റ് അടിക്കാത്ത സൈഡിൽ ഏതൊക്കെ കൺട്രീസ് കാണും അവിടെയൊക്കെ എന്തായിരിക്കും, നൈറ്റ് ടൈം ആയിരിക്കും. ഓക്കെ, നൈറ്റ് ടൈം ആയിരിക്കും. മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഈ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. ഓക്കെ, ദിസ് ആക്ടിവിറ്റി, ഇവിടെ ഈ ആക്ടിവിറ്റിയിൽ ഇതില്ല, ഞാൻ റീഡ് ചെയ്തില്ല, ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കി വിട്ടു. സോ നൗ ഇനി നമുക്ക് പഠിക്കാം ഇതെങ്ങനെ മേജർ ചെയ്യുന്നത്, ലോങ്കിറ്റ്യൂഡ്സ് എങ്ങനെയാണ് മേജർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടു മേജർ ലോങ്കിറ്റ്യൂഡ്സ് വി നീഡ് ടു ഡിഫൈൻ എ റെഫറൻസ് പോയിന്റ് കോൾഡ് ദ പ്രൈം മെരീഡിയൻ. ഓക്കെ, സോ ലോങ്കിറ്റ്യൂഡ്സ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൈം മെരീഡിയൻ ഇല്ലേ, അത് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഈ പ്രൈം മെരീഡിയൻ എവിടെ നിന്ന് വന്നു? ഫോർ ഈക്വേറ്റർ നമ്മൾ ലാറ്റിറ്റ്യൂഡ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈക്വേറ്റർ ഏതായിരുന്നു നമുക്ക് അത് ലൊക്കേറ്റ് ചെയ്യായിരുന്നു. ബിക്കോസ് ഈക്വേറ്റർ എന്തായിരുന്നു, ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ആയിരുന്നു. സോ നമുക്കത് പറയാം ദാറ്റ് ഓക്കെ ഇത് ഏറ്റവും വലിയതാണ്, സോ ഇതിൻ്റെ പേര് നമുക്ക് ഈക്വേറ്റർ എന്ന് വെക്കാം. ബട്ട് ദെൻ പ്രൈം മെരീഡിയൻ ബിക്കോസ് ലോങ്കിറ്റ്യൂഡ് എല്ലാം സെയിം ലെങ്ത് ആയിരുന്നു. സോ ഈ പ്രൈം മെരീഡിയൻ എന്ന് പറഞ്ഞാൽ വേറൊരു ലോങ്കിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ അതിൻ്റെ പേര് വെച്ചു എന്ന് നമുക്ക് നോക്കാം. സോ ഈ പ്രൈം മെരീഡിയനെ നമുക്ക് ഗ്രീൻവിച്ച് മെരീഡിയൻ എന്നും പറയാം. ബിക്കോസ് ഇൻ ദി ഇയർ 1884 സം നേഷൻസ് ഡിസൈഡഡ് ദാറ്റ് ദ മെരീഡിയൻ പാസിംഗ് ത്രൂ ഗ്രീൻവിച്ച് ആൻഡ് ഏരിയ ഓഫ് ലണ്ടൻ ഇൻ ഇംഗ്ലണ്ട് വുഡ് ബിക്കം ദ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ദി പ്രൈം മെരീഡിയൻ. ഇറ്റ് ഈസ് മാർക്ഡ് as 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ്. ഓക്കെ, സോ ഇതിൻ്റെ പേര് ഗ്രീൻവിച്ച് മെരീഡിയൻ എന്നും നമുക്ക് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇയർ 1884 ഓക്കെ 1884 കുറച്ച് ആൾക്കാർ ലണ്ടനിലിരിക്കുമായിരുന്നു. ഓക്കെ, ലണ്ടനിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ലണ്ടനിൽ. ആൻഡ് ദെൻ ദി ഡിസൈഡഡ് ദാറ്റ് ഇവിടെ ഈ ലൈൻ പോകുന്നില്ലേ, ഈ ലൈന് തന്നെ നമുക്ക് ഗ്രീൻവിച്ച് മെരീഡിയൻ മീൻസ് ഇൻ്റർനാഷണൽ, ഇതിനെ നമുക്ക് എന്താക്കാം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആക്കാം പ്രൈം മെരീഡിയൻ്റെ. ഓക്കെ, സോ അതിൽ റൂളൊന്നുമില്ല. ബട്ട് ദെൻ അവരന്ന് ഏറ്റവും ആദ്യം അവിടെ ഇരുന്ന് അവർ ഡിസൈഡ് ചെയ്ത് അതിൻ്റെ പേര് അങ്ങ് പ്രൈം മെരീഡിയൻ ഓർ ഗ്രീൻവിച്ച് മെരീഡിയൻ അങ്ങ് ആക്കി. സോ അവർ എവിടെ ഇരിക്കുമായിരുന്നു, ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിരിക്കുമായിരുന്നു. സോ ദാറ്റ്സ് വൈ അവർ ഗ്രീൻവിച്ച് മെരീഡിയൻ എന്നും നമുക്ക് പറയാം, ഓരൽസ് നമുക്ക് പ്രൈം മെരീഡിയൻ എന്നും പറയാം. ഓക്കെ, സോ അവർ അവിടെ ഇരുന്നങ്ങ് ഡിസൈഡ് ചെയ്തു. ആൻഡ് ഓൾസോ അതവർ ഏറ്റവും ആദ്യം ഡിസൈഡ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിന് പൈസയൊന്നും പോകുന്നില്ല. സോ അതിൻ്റെ പേര് അങ്ങനെ അങ്ങ് ആയി. ദാറ്റ്സ് വൈ അതിനെ ഇപ്പോഴും നമ്മൾ പ്രൈം മെരീഡിയൻ ഓർ ഗ്രീൻവിച്ച് മെരീഡിയൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ വാല്യൂ എന്താ, 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ്. ഓക്കെ, ഇറ്റ് ഇസ് മാർക്ഡ് as 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ്. സോ പ്രൈം മെരീഡിയനെ ഗ്രീൻവിച്ച് മെരീഡിയൻ എന്നും പറയും. ബിക്കോസ് ഇയർ 1884 ലണ്ടനിൽ ഒരു ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞ ഏരിയയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സോ അവർ ഡിസൈഡ് ചെയ്തു, ചുമ്മാ റാൻഡംലി ഡിസൈഡ് ചെയ്തു എന്നിട്ട് ഇവിടെ ഈ ലൈൻ പോകുന്നില്ലേ, ഇതിനെ നമുക്ക് എന്ത് പറയാം, ഗ്രീൻവിച്ച് മെരീഡിയൻ എന്ന് പറയാം, ഓറൽസ് പ്രൈം മെരീഡിയൻ എന്ന് പറയാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, ദാറ്റ് ആരും അതിനെക്കുറിച്ച് അങ്ങ് വലിയ ഇഷ്യൂ ഒന്നും ആക്കിയില്ല, അതിനാർക്കും പൈസയും പോകുന്നില്ലായിരുന്നു. സോ എവരിവൺ ഡിസൈഡ് ദാറ്റ് ഓക്കെ ഇഫ് അങ്ങനെ ഡിസൈഡ് ആയേക്കുന്നത് ദെൻ ഓക്കെ എല്ലാവരും അതിനെ അങ്ങ് പ്രൈം മെരീഡിയൻ ഓർ ഗ്രീൻവിച്ച് മെരീഡിയൻ എന്ന് പറയാം. ഇറ്റ് വാസ് വെരി റാൻഡം ആൻഡ് അതിൻ്റെ വാല്യൂ എന്തായിരുന്നു, 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ്. ഓക്കെ, സോ ലാറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, നമ്മൾ ഈക്വേറ്ററിന് എത്ര പുറകോട്ടോ മുമ്പോട്ടോ പോകും അങ്ങനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ലോങ്കിറ്റ്യൂഡ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, നമ്മൾ പ്രൈം മെരീഡിയനിന്ന് എത്ര നമ്മൾ ഈസ്റ്റിലോ വെസ്റ്റിലോട്ടോ പോകുന്നു അങ്ങനെയാണ് നമ്മൾ പ്രൈം മെരീഡിയൻ മീൻസ് ലോങ്കിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, മീൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ലാറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയായിരുന്നു മെയിൻ മേജർ ചെയ്തത്? ഈക്വേറ്ററിൽ നിങ്ങൾ നിൽക്കുക, ഈക്വേറ്ററിൽ നിന്ന് നിങ്ങൾ ഏത് പോളിലോട്ട്, നോർത്ത് പോൾ ഓർ സൗത്ത് പോൾ, ഏത് പോളിലോട്ടാണോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് നിങ്ങളുടെ ലാറ്റിറ്റ്യൂഡ്. ആൻഡ് ഓൾസോ ലോങ്കിറ്റ്യൂഡ് എങ്ങനെ മേജർ ചെയ്യുന്നത്, പ്രൈം മെരീഡിയനിൽ നിന്ന് നിങ്ങൾ എത്ര ഈസ്റ്റ് ഓർ വെസ്റ്റിലോട്ട് പോയി അതനുസരിച്ചാണ് നിങ്ങളുടെ ലോങ്കിറ്റ്യൂഡ് മേജർ ആകുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം. ആൻഡ് ഓൾസോ സോ ന്യൂയോർക്ക് ഫോർ എക്സാമ്പിൾ, ന്യൂയോർക്കിൻ്റെ ലോങ്കിറ്റ്യൂഡ് എന്തുവാണെന്നറിയാം, 74 ഡിഗ്രീസ് വെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദില്ലിയുടെ എന്തുവാണെന്നറിയാം, 77 ഡിഗ്രി ഈസ്റ്റ്. ടോക്കിയോയിൻ്റെ 140 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലോങ്കിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ലാറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്, 20 ഡിഗ്രി നോർത്ത് ഓർ 40 ഡിഗ്രി സൗത്ത് ഓർ 50 ഡിഗ്രി നോർത്ത് ഓർ 60 ഡിഗ്രി സൗത്ത് അങ്ങനെ. ഓക്കെ, ലോങ്കിറ്റ്യൂഡ് വരുമ്പം ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ആൻഡ് ഓൾസോ വാല്യൂ 180 ഡിഗ്രി വരെ പോകും. ബട്ട് ലാറ്റിറ്റ്യൂഡ് വരുമ്പം ഡിഗ്രി 90 ഡിഗ്രി വരെ ഉള്ളൂ. ആൻഡ് മീൻസ് ലോങ്കിറ്റ്യൂഡ് വരുമ്പോൾ 180 ഡിഗ്രി വരെ വാല്യൂ പോകും. ബട്ട് ലാറ്റിറ്റ്യൂഡ് വരുമ്പം 90 ഡിഗ്രി വരെയാണ് പോൾ. സോ 90 ഡിഗ്രി വരെ ലാറ്റിറ്റ്യൂഡ് പോകത്തുള്ളൂ. ഓക്കെ, വാല്യൂ പോകത്തുള്ളൂ.
സോ ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ ടിൽ 90 ആൻഡ് ഈ ലോങ്ങിറ്റ്യൂഡ് വരുമ്പം 180 ഡിഗ്രി വരെ ഏതെങ്കിലും വാല്യൂ ആകാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഇവിടെ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഞാനിത് നിങ്ങളെ മുമ്പേ പറഞ്ഞായിരുന്നു, ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഡു ഇറ്റ് അഗൈൻ. സോ ഈ പ്രൈം മെരീഡിയൻ ഇല്ലേ, ഇത് നമ്മുടെ എന്തുവാ ഈക്വേറ്ററാണ്, ഇതെന്തുവാ പ്രൈം മെരീഡിയൻ, ഇതിന് നമ്മൾ ഗ്രീൻവിച്ച് മെരീഡിയൻ എന്നും പറയും. ഓക്കെ, ദിസ് ഇസ് പ്രൈം ഓർ ഗ്രീൻവിച്ച് മെരീഡിയൻ ആൻഡ് ദിസ് ഇസ് അവർ ഈക്വേറ്റർ. ഓക്കെ, സോ ഈ ഗ്രീൻവിച്ച് മെരീഡിയൻ ഇങ്ങനെ മിഡിലിൽ നിന്ന് പോകുന്നുണ്ട്, ഇത് ഭാഗം ചെയ്യുക എന്തിൻ്റെ, വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, മിഡിലിൽ നിന്ന്. ഓക്കെ, ബിക്കോസ് ദിസ് സൈഡ് എന്തുവാ വെസ്റ്റ് ഈസ്റ്റാ, സോ ഇതെന്തുവാ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, ദിസ് സൈഡ് എന്തുവാ വെസ്റ്റാ, സോ ഇതെന്തുവാ വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ആൻഡ് ദെൻ ഈക്വേറ്റർ ഇത് ഭാഗം ചെയ്തു, ദിസ് ഇസ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദിസ് ഇസ് സദേൺ ഹെമിസ്ഫിയർ. ഇതിന് നോർത്തേൺ എന്നല്ല പറയുന്നത്, ദിസ് ഇസ് നോർത്തേൺ ആൻഡ് ദിസ് ഇസ് സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഈസി. സോ വെയിറ്റ് എ സെക്കൻഡ്, ഇവിടെ ഒരു വേറെ ലൈനും ഉണ്ട്. ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ടുഗദർ ആർ ദ 2 കോർഡിനേറ്റ്സ് ഓഫ് എ പ്ലേസ്. സോ ഇത് നമ്മൾ ഗ്ലോബിൽ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ മുമ്പ് അതായിരുന്നു ക്വസ്റ്റ്യൻ, നമ്മുടെ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഏറ്റവും ആദ്യം നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തായിരുന്നു, ദാറ്റ് ഒരു ബിഗ് മാർക്കറ്റിൽ നിങ്ങളുടെ ഫ്രണ്ട് വന്നു, സോ നിങ്ങൾ എന്താ പറയുന്നത് 5th റോയിൽ 7th ഷോപ്പിൽ വാ, ഞാൻ അവിടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഈസിയർ. സോ അങ്ങനെ തന്നെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും എന്തുവാ, കോർഡിനേറ്റ്സ് ആ, 2 കോർഡിനേറ്റ്സ് ആ നമ്മുടെ ഗ്ലോബിൻ്റെ. ഓക്കെ, 2 കോർഡിനേറ്റ്സ് ആ നമ്മുടെ ഗ്ലോബിൻ്റെ. സോ അതിൻ്റെ ഹെൽപ്പ്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിൻ്റെ ഹെൽപ്പും കൊണ്ട് നമുക്ക് ഏത് പ്ലേസ് വേണമെങ്കിലും ലൊക്കേറ്റ് ചെയ്യാം. ലൈക്ക് ദില്ലി എവിടെ, 29 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണ്. സോ നമുക്ക് ഈസിലി നമുക്ക് ഇമാജിൻ ചെയ്യാം ദില്ലി എവിടെ ആയിരിക്കും, റൈറ്റ്. ആൻഡ് ദെൻ ആൻഡ് 77 ഡിഗ്രി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ, 77 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 29 ഡിഗ്രി നോർത്ത്. അപ്പോൾ നമുക്ക് ഈസിലി അത് ലൊക്കേറ്റ് ചെയ്യാം, റൈറ്റ്. സോ ഇതാണ് 2 കോർഡിനേറ്റ്സ്. ഓക്കെ, സോ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം ഓൺ ദ മാപ്പ്. ഓക്കെ, കുറച്ചൊരു ചെറിയ പാട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സോ ബി കെയർഫുൾ. സോ ദ ഗ്രീൻവിച്ച് മെരീഡിയൻ. ഓക്കെ, സോ ഗ്രീൻവിച്ച് മെരീഡിയൻ ലണ്ടൻകാർ പേര് കൊടുത്തത് അതല്ലായിരുന്നു ഫസ്റ്റ് പ്രൈം മെരീഡിയൻ. ഓക്കെ, അതിന് മുമ്പ് തന്നെ കുറേ പ്രൈം മെരീഡിയൻസ് ഇൻവെൻറ്റ് ആയിരുന്നു. യൂറോപ്പിനും ഇന്ത്യയ്ക്കും ഒരു പ്രൈം മെരീഡിയൻ ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് തന്നെ അവരുടെ ഓൺ ഒരു പ്രൈം മെരീഡിയൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു മധ്യരേഖ, ഓർ അതിൻ്റെ മീനിങ് ആണ് മിഡിൽ ലൈൻ, ആൻഡ് പാസ് ടു ദ സിറ്റി ഓഫ് ഉജ്ജയിനി. ഉജ്ജയിനി എന്ന് പറഞ്ഞൊരു സിറ്റി, ആ കാലത്ത് ഉജ്ജയിനെ ഉജ്ജയിനി എന്നായിരുന്നു അറിയുന്നത്. സോ ഉജ്ജയിനി എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്ന് അത് ക്രോസ് ആവുമായിരുന്നു ആ പ്രൈം മെരീഡിയൻ. ഓക്കെ, മിഡിൽ ലൈൻ ഓർ മധ്യരേഖ, വിച്ച് വാസ് എ റെപ്യൂട്ടഡ് സെൻറ്റർ. സോ ഉജ്ജയിൻ എന്തുവായിരുന്നു, ഒരു റെപ്യൂട്ടഡ് സെൻറ്റർ ആയിരുന്നു ഫോർ ആസ്ട്രോണോമി. ആസ്ട്രോണോമി മീൻസ് നിങ്ങൾക്കറിയാമല്ലോ, ജ്യോതിഷന്മാർ മീൻസ് നമ്മുടെ ഫ്യൂച്ചർ, പാസ്റ്റ്, നമ്മുടെ സിറ്റുവേഷൻ, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആളിനെയാണ് നമ്മൾ ആസ്ട്രോണോമർ എന്ന് പറയുന്നത്. സോ ആസ്ട്രോണോമിക്ക് വെരി ഫേമസ് പ്ലേസ് ആയിരുന്നു ഉജ്ജയിൻ. സോ അവിടുന്ന് പ്രൈം മെരീഡിയൻ പാസ് ആവുമായിരുന്നു. വരഹ മിഹിര, എ ഫേമസ് ആസ്ട്രോണോമർ, ലിവ്ഡ് ആൻഡ് വർക്ക് ദർ സം 1500 years ago. സോ ആ പ്ലേസിൽ ഉജ്ജയിനിൽ ഒരു വലിയൊരു ആസ്ട്രോണോമർ, വെരി ഫേമസ് ആസ്ട്രോണോമർ 1500 years ago അവിടെ വർക്ക് ചെയ്തായിരുന്നു ആൻഡ് അവിടെ താമസിക്കുമായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ പേരായിരുന്നു വരഹ മിഹിര. ഓക്കെ, ഇന്ത്യൻ ആസ്ട്രോണോമേഴ്സ് ആർ അവെയർ ഓഫ് കോൺസെപ്റ്റ്സ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്. ഇന്ത്യൻ ആസ്ട്രോണോമേഴ്സിന് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനെ കുറിച്ച് അറിയായിരുന്നു. ഓക്കെ, ഇൻക്ലൂഡിംഗ് ദ നീഡ് ഫോർ എ സീറോ ഓർ പ്രൈം മെരീഡിയൻ. അവർക്ക് സീറോ ഓർ പ്രൈം മെരീഡിയൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അറിയായിരുന്നു. ദ ഉജ്ജയിനി മെരീഡിയൻ ബിക്കെയിം എ റെഫറൻസ് ഫോർ കാൽക്കുലേഷൻസ് ഇൻ ഓൾ ഇന്ത്യൻ ആസ്ട്രോണോമിക്കൽ ടെക്സ്റ്റ്. ഓക്കെ, ഉജ്ജയിനി മെരീഡിയൻ ഇല്ലേ, മീൻസ് ഈ മധ്യരേഖ ഓർ മിഡിൽ ലൈൻ എന്ന് പറഞ്ഞ ഈ മെരീഡിയൻ ഒരു റെഫറൻസ്. ഓക്കെ, ഇന്ത്യൻ ആസ്ട്രോണോമിക്കൽ ടെക്സ്റ്റിൽ അതൊരു റെഫറൻസ് ആയി മാറി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, മീൻസ് ആസ്ട്രോണോമിക്കലി. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ദെൻ ഇവിടെ ആ പ്രൈം മെരീഡിയൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ സി ഇതാണ് മിഡിൽ ലൈൻ, മധ്യരേഖ, ഇന്ത്യ ആൻഡ് യൂറോപ്പിൻ്റെ ഒരു പ്രൈം മെരീഡിയൻ ആയിരുന്നത്. സോ വിച്ച് സിറ്റീസ്, ഏത് സിറ്റീസ് ആയിരുന്നു ഇത് ക്രോസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഉജ്ജയിൻ, മാഹിഷ്മതി, മഹേശ്വർ, ചെന്നൈ, ബാംഗ്ലൂരു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഇത് ഈ പ്രൈം മെരീഡിയൻ ഇവിടെ നിന്നായിരുന്നു ക്രോസ് ചെയ്യുന്നത്. ഉജ്ജയിനി മെയിനായിട്ട്. ഓക്കെ, ആൻഡ് മാഹിഷ്മതി, മഹേശ്വർ കുറച്ച്, ലൈക്ക് ദാറ്റ്. Time zones is our last topic, but also the very important topic. Okay, so let's start. Understanding time zones. Let's make the globe rotate again from west to east. That is how our planet spins around its axis, making a full turn every 24 hours. Okay, so നിങ്ങൾ ആ ഗ്ലോബ് ഒന്ന് വെസ്റ്റ് ടു ഈസ്റ്റ് വരെ കറക്കി വിടുക. മീൻസ് റൊട്ടേറ്റ് ചെയ്ത് വിടുമ്പോൾ അതൊരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ എർത്ത് എന്തുവാ ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 24 hours ആകുമ്പോഴാണ് അത് ഫുൾ ഒരു കറക്കം തീരുന്നത്, ഫുൾ ഒരു റൊട്ടേഷൻ തീരുന്നത് 24 hours-ലാണ്. സോ 24 hour-ൽ അത് ഫുൾ ഒരു 360 degree ടേൺ ആണ് എടുക്കുന്നത്. ഓക്കെ, 360 degree റൊട്ടേഷൻ ആണ് ഇത് ചെയ്യുന്നത്. സോ ദിസ് മീൻസ് 15 degree per hour. മീൻസ് ഒരു മണിക്കൂറിൽ 15 degree അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് 15 degree ഒരു മണിക്കൂറിൽ. സോ 24 hours-ൽ അത് എത്ര ഡിഗ്രീസ് റൊട്ടേറ്റ് ചെയ്യും? 360 degrees റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, 360 degrees. ഓക്കെ, ലെറ്റ് us now mark the meridians of longitude every 15 degree. സോ ഇവിടെ നമ്മൾ every 15 degree മെരീഡിയൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ദിസ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന കണ്ടോ, 15 ഇവിടെ, പിന്നെ 30, 45 ഇവിടെ, 15 ഈസ്റ്റ്, 30 ഈസ്റ്റ്, 45 ഈസ്റ്റ് ഇവിടെ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, സോ
it is the same as adding 1 hour of local time with each meridian. Okay, it means that നമ്മൾ ഇവിടെ 15 ഡിഗ്രീസ് ഒരു മണിക്കൂറിൽ എർത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ 15 ഡിഗ്രീസ് നമ്മൾ എഴുതിയപ്പോൾ ഇവിടെ എത്രയായി, ഒരു മണിക്കൂർ പാസ്സായി. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ 15 ഡിഗ്രീസ് പാസ്സായി, വിച്ച് മീൻസ് ദാറ്റ് ഒരു മണിക്കൂർ പാസ്സായി. ഓക്കെ, അങ്ങനെ തന്നെ 15 ഡിഗ്രീസ് റൊട്ടേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ മേളിലോട്ടോ താഴോട്ടോ ആയി, ഡിപ്പെൻഡ്സ് ഓൺ വെസ്റ്റ് ഓർ ഈസ്റ്റ്. ഓക്കെ, മീൻസ് മൈനസ് ആൻഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, ദാറ്റ്സ് വൈ. സോ ഇത് ഇച്ചിരൂടെ ഈസി ആക്കാൻ ഞാൻ നിങ്ങളെ ഇച്ചിരൂടെ നല്ലതായിട്ട് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് സേ സപ്പോസ് ചെയ്യുവാണ്, ഇത് റിയൽ അല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സപ്പോസ് ചെയ്യുക. ഈ 0 ഡിഗ്രിയിൽ എന്തുവാ, ലണ്ടൻ ആണെന്ന് ഓർത്തോ, ലണ്ടൻ. ഈ 0 ഡിഗ്രിയിൽ ലണ്ടൻ. ഓ മൈ ഗോഡ്, മൈ ഹാൻഡ് റൈറ്റിംഗ്. സോ ഞാനിവിടെ കൺട്രീസിൻ്റെ നെയിം എഴുതിയേ. ഓക്കെ, സോ ലെറ്റ് സപ്പോസ് ദാറ്റ് ഈ 0 ഡിഗ്രിയിൽ ലണ്ടൻ ആണ്. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, 0 ഡിഗ്രീസിൽ ലണ്ടൻ ആണ്, 15 ന്യൂസിലൻഡ് ആണ്, 30 സ്വിറ്റ്സർലൻഡ് ആണ്, ലാസ്റ്റിൽ 45 ജർമ്മനി, ആൻഡ് ദെൻ 15 ഇന്ത്യ, 15 വെസ്റ്റ്, 30 വെസ്റ്റിൽ സൗത്ത് ആഫ്രിക്ക, ആൻഡ് 45 വെസ്റ്റിൽ പാരീസ് ആണ് ഓർത്തോ. ജസ്റ്റ് ലെറ്റ് സപ്പോസ്, ഇത് റിയൽ അല്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് ഓർത്തോ നമ്മുടെ ഈ ഫുള്ള് ലൊക്കേറ്റഡ്. ഓക്കെ, സോ ലണ്ടനിൽ ഇപ്പം എത്ര മണിയായി, ലണ്ടനിൽ ഇപ്പോൾ എത്ര മണിയായി, 12 PM ആയി, റൈറ്റ്. ഈ ലണ്ടനിൽ 12 PM ആയപ്പം ജർമ്മനിയിൽ എത്ര നേരമായി, 3 PM ആയി. സോ അതെന്താ ഇങ്ങനെ ടൈം ഡിഫറൻസ് എന്താ വന്നത്, ബിക്കോസ് ഇത് പ്രൈം മെരീഡിയനിൽ നിന്ന് 3 മണിക്കൂർ മുമ്പേ ഇത് റൊട്ടേഷൻ കഴിഞ്ഞു. ദാറ്റ്സ് വൈ, റൈറ്റ്. പ്രൈം മെരീഡിയനിൽ നിന്ന് എത്ര ദൂരെ ആയിരിക്കുമോ അത്രയും കൂടുതൽ ടൈം കൂടും. ഓക്കെ, റൈറ്റ്. ലൈക്ക് വൈസ് ഇവിടെ ലണ്ടനിൽ 12 PM ആണ്, ബട്ട് പാരീസിൽ എത്ര മണിയാണ്, 9 AM ആണ്. അതെന്താ, അത് പ്രൈം മെരീഡിയനിൽ നിന്ന് ഇത്രയും ദൂരെ ആയതുകൊണ്ടാണ് 9 AM, കുറച്ച് പുറകോട്ടാണ് ടൈം. സോ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് നേരം കഴിയുമ്പോൾ പാരീസ് എത്രയാവും, 12 PM ആവും, എന്നിട്ട് ജർമ്മനി എത്രയാവും, 9 AM ആവും. സോ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പം എവറി 15 ഡിഗ്രീസിൽ 1 hour ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. സോ ഇതാണ് ഇതിലെ ലോജിക്ക്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ അത്രയേ ഉള്ളായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് ടൈം സോൺസിൽ. ഓക്കെ, സോ അത് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് 12 PM or noon at Greenwich, 1 second, if it is 12 PM or 1 noon at Greenwich, it is 1 PM local time at 15 degree east, 2 PM at 30 degree east, and so on. But going westward, it is other way around, 11 AM local time. ഓക്കെ, സോ അതാ കൊടുത്തേക്കുന്നത്, ദാറ്റ് ഗ്രീൻവിച്ച് മീൻസ് ദിസ് വൺ, 0 ഡിഗ്രീസിൽ കിടക്കുന്നതാണ് ഗ്രീൻവിച്ച് മീൻസ് പ്രൈം മെരീഡിയൻ. സോ പ്രൈം മെരീഡിയൻ്റെ ഈസ്റ്റിലോട്ട് പോയാൽ എന്തുവാ, ടൈം കൂടിക്കൊണ്ടിരിക്കുക, വെസ്റ്റിലോട്ട് പോയാൽ എന്തോ ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുക. ദാറ്റ് ഇസ് വാട്ട് ഈസ് ഗിവൻ, ഇറ്റ്സ് ഈസി. ഓക്കെ, അപ്പം എല്ലാ സ്ഥലത്തിൻ്റെയും എന്തുവാ ലോക്കൽ ടൈം നമുക്ക് ഈ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് ദെൻ കൺവീനിയൻറ്റ് അല്ലായിരിക്കും, ബിക്കോസ് എല്ലാ സ്ഥലത്തും വേറെ ടൈം സോൺസ് ആയിരിക്കും. സോ ദാറ്റ്സ് വൈ എല്ലാവരും ഡിസൈഡ് ചെയ്തു ദാറ്റ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് എന്തുവാ സ്റ്റാൻഡേർഡ് ടൈം ഫോളോ ചെയ്യും. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈം ബേസ്ഡ് ഓൺ മെരീഡിയൻ പാസിംഗ് ത്രൂ ദം. മീൻസ് ഇവിടെ കണ്ടോ, യു ക്യാൻ സീ ദിസ്. അപ്പം ഇവിടെ എന്തുവാ, ഇത് നമ്മുടെ എന്തുവാ സ്റ്റാൻഡേർഡ് മെരീഡിയൻ, ഇത് കണ്ടല്ലോ 0-യിലായത് സ്റ്റാൻഡേർഡ് മെരീഡിയൻ ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതെന്തുവാ നമ്മുടെ ഇന്ത്യ, ഇതാണ് ഇന്ത്യ. സോ ഇന്ത്യയുടെ ഇത് ഏതാ, 5th ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. സോ ഇത് നോക്കിയിട്ടാണ് അവർ ടൈം ഡിസൈഡ് ചെയ്തത് ദാറ്റ് ഇന്ത്യ ഈസ് 5 hours 30 minutes അഹെഡ് ഓഫ് ദി പ്രൈം മെരീഡിയൻ. ഇങ്ങനെ വെച്ചാണ് എല്ലാ കൺട്രീസിൻ്റെയും അവർ ഡിസൈഡ് ചെയ്തത്. ബട്ട് ദെൻ ഇങ്ങനെ ചെയ്തപ്പം ഒരു പ്രൈം മെരീഡിയൻ ആയപ്പം മീൻസ് കുഞ്ഞു കൺട്രീസിന് അത് നല്ലതാണ്. ഓക്കെ, ദാറ്റ് ഫുൾ ഇന്ത്യ എന്തുവാ ഒരു മെരീഡിയനിലാണ് ഒരു മെരീഡിയനിൽ കവറായി. ബട്ട് ദെൻ കാനഡ നോക്കിക്കേ, കാനഡ ഇത്രയും വലിയ കൺട്രിയാണ്. സോ ഒത്തിരി മെരീഡിയൻസ് ഇവിടെ വരുന്നുണ്ട്, റൈറ്റ്. സോ എല്ലായിടത്തും വേറെ ടൈംസാണ്, ഒരേ കൺട്രിയിൽ വേറെ ടൈംസാണ് അവർ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്, റൈറ്റ്. സോ in this it is given that from the above it may seem as if every country has one standard time. That is not always the case. Some countries, they ഇവിടെ കൊടുത്തിട്ടുണ്ട്, റഷ്യ, കാനഡ or the USA are too large, ഒത്തിരി ലാർജ് ആ കൺട്രീസ്. ഓക്കെ, ടു ഹാവ് എ സിംഗിൾ ടൈം സോൺ. ഒരു ടൈം സോൺ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇത്രയും ലാർജ് കൺട്രി അത് മെനി മെരീഡിയൻസ്, ഒത്തിരി മെരീഡിയൻസ് അതിൽ നിന്ന് പാസ് ആവുന്നുണ്ട്, ഒത്തിരി ലോങ്ങിറ്റ്യൂഡ്സ് അതിൽ നിന്ന് പാസ് ആവുന്നുണ്ട്. സോ ഒരു ടൈം സോൺ വെക്കുക, ഒരു മെരീഡിയൻ ഫോളോ ചെയ്യുക, അത് ഒത്തിരി ഡിഫിക്കൽട്ടാണ്. The USA has 6 time zones and Russia has 11, which means that traveling across Russia from east to west, you will need to readjust your watch 10 times to align with the local time. So ഇത്രയും വലിയ കൺട്രീസ് ആ റഷ്യ, കാനഡ ആൻഡ് USA. ദാറ്റ് കാനഡയിൽ എത്ര ടൈംസ്, USA-യിൽ എത്ര ടൈം സോൺസ് ഉണ്ടെന്ന് അറിയാം, 6 ടൈം സോൺസ് ഉണ്ട്. റഷ്യയിൽ 11 ടൈം സോൺസ് ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾ റഷ്യയിൽ ഒരു കോർണറിൽ നിന്ന് നെക്സ്റ്റ് കോർണറിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് 11 ടൈംസ് നിങ്ങളുടെ ക്ലോക്ക്, 10 ടൈംസ് നിങ്ങളുടെ ക്ലോക്ക് എന്തോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ബിക്കോസ് എല്ലാ കുറച്ച് ദൂരത്തിൽ ടൈം മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, ബിക്കോസ് ലോങ്ങിറ്റ്യൂഡ്സ് ഡിഫറെൻ്റ് ആണ്, റൈറ്റ്. ലൈക്ക് വൈസ് അങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് എന്തുവാണെന്നറിയാമോ, ഇത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദറ്റ് ടോട്ടലി നിങ്ങൾ ഈ സൈഡിൽ നോക്കിയാലല്ലേ, ഈ കോർണറിൽ 180 ഡിഗ്രി വരെ അതെത്തി. ഓക്കെ, മീൻസ് സ്ഫിയറിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടം വരെ എത്തുമ്പോൾ എന്തോ 180 ഡിഗ്രി വരെ എത്തി. 180 ഡിഗ്രി വരെ ഫുൾ നിങ്ങൾ കറങ്ങി അവിടെ എത്തിയാൽ +12 എന്ന് നിങ്ങൾക്ക് കാണാം, +12 ഓർ -12 എന്ന് നിങ്ങൾക്ക് കാണാം, വിച്ച് മീൻസ് നിങ്ങൾ ആ ലൈൻ ക്രോസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഡേ, നിങ്ങളുടെ ഫുൾ ഡേറ്റ് നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ വാച്ചിലോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, ബിക്കോസ് അത്രയും ഒരു ഡിഫറൻസ് ആയി. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, വിച്ച് മീൻസ് ദാറ്റ് ആസ് യു can see on the map, the +12 and the -12 time zones touch each other at this line. If you cross it by ship or plane, you need to change the date in your watch. If you cross it
traveling eastward, you subtract a day. Say from Monday to Sunday. If you cross it traveling westward, you add a day from Sunday to Monday. Okay, so നിങ്ങൾ അത് +12 പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പോട്ടാവും. മീൻസ് മൺഡേയിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്, ദെൻ അവിടെ നിങ്ങൾ എത്തുമ്പം നെക്സ്റ്റ് ഡേ ആവും, അത് ട്യൂസ്ഡേ. പക്ഷേ ദിവസം ഫുൾ കംപ്ലീറ്റ് ആയില്ല, ബട്ട് സ്റ്റിൽ അത്രയും ഒരു ടൈം ഡിഫറൻസ് വരുന്നുണ്ട്. ആൻഡ് ഇഫ് നിങ്ങൾ -12 പോകുന്നത്, ദെൻ നിങ്ങൾ സൺഡേ ആണെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ എന്തുമായിരിക്കും, സാറ്റർഡേ ആയിരിക്കും. ഓക്കെ, okay, before we move on, now the last thing before we move on, okay, ഇത് നമ്മുടെ സമ്മറി കൊടുത്തിട്ടുണ്ട്. So let us just read it to randomly. Maps are very useful tool to represent an area of the earth. ഒരു ഏരിയ, എർത്തിലെ ഒരു ഏരിയ റിപ്രസെൻറ്റ് ചെയ്യാൻ മാപ്പ് ഒത്തിരി യൂസ്ഫുൾ ആണ്, whether small or large. The main components of maps are distance, direction and symbols. Okay, distance, direction and symbol ആണ് main components of map. Okay, every place on earth has a location which can be precisely defined with the help of grid of latitudes and longitudes, imaginary lines running from east to west parallel to the equator and north to south from pole to pole respectively. ഓക്കെ, ഇതെന്താണെന്നറിയാം, ഇത് ബെസ്റ്റ് എക്സ്പ്ലനേഷനാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ലോങ്ങിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് എക്സാമിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതങ്ങ് ഇങ്ങനെ തന്നെ മെമ്മറൈസ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം. മീൻസ് ദീസ് ലൈൻസ്, ഇമാജിനറി ലൈൻസ് റണ്ണിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, ഈ ലൈൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും ഇൻ എക്സാം. ഓക്കെ, പാരലൽ ടു ദി ഇക്വേറ്റർ, നോർത്ത് ടു സൗത്ത്, ഫ്രം പോൾ ടു പോൾ, ഇത് നിങ്ങൾക്ക് എക്സാമിൽ യൂസ് ചെയ്യണം. സോ പ്ലീസ് മെമ്മറൈസ് ഇറ്റ്. ലോങ്ങിറ്റ്യൂഡ് ഓൾസോ മാർക്സ് ദ ടൈം ആൻഡ് ഡിഫൈൻസ് ദ ടൈം സോൺസ്. ലോങ്ങിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് ടൈമും മനസ്സിലാവും, ടൈം സോൺസും മനസ്സിലാവും. ഓക്കെ, ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇസ് ലൊക്കേറ്റഡ് അപ്രോക്സിമേറ്റ്ലി at 180 degrees longitude opposite the prime meridian. Crossing the international date line changes the date by 1 day, which means that international date line എന്തുവാ, ഇതും നിങ്ങൾ മെമ്മറൈസ് ചെയ്തു. ഓക്കെ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വെച്ചാൽ അത് 180 ഡിഗ്രി വരെ നിങ്ങൾ ട്രാവൽ ചെയ്യത്തില്ലേ, ഫുൾ ലോങ്ങിറ്റ്യൂഡിൻ്റെ 180 ഡിഗ്രി വരെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ എൻഡിലൊരു പോയിന്റിലെത്തും, അതാണ് നിങ്ങളുടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, സോ അത് പ്രൈം മെരീഡിയൻ്റെ സ്ട്രേറ്റ് പുറകില, മീൻസ് ഓപ്പോസിറ്റില്ല. ഓപ്പോസിറ്റ് മീൻസ് ഓപ്പോസിറ്റ്, പുറകിലല്ല, ഓപ്പോസിറ്റില്ല. ഓക്കെ, സോ അവിടെ എത്തുമ്പോൾ നിങ്ങളൊരു ഡേ അങ്ങ് ക്രോസ് ചെയ്യുക, മീൻസ് പുറകോട്ടോ മുമ്പോട്ടോ. ഓക്കെ, ബിക്കോസ് അത് 12 hours ഡിഫറൻസിലാണ്. സോ that was it for this video. അത്രയേ ഉള്ളായിരുന്നു. I hope I covered all the topics, and if you did not understand anything, you can feel free to comment down in the comment box. And also, if you like this video, please do not forget to like, share and subscribe to my channel for more such videos. That's it. Yeah, thank you.